ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡെവോപ്സ് ബിഗിനർ സീരീസിന്റെ 2.0യുടെ മൂന്നാമത്തെ സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മൂന്നാമത്തെ സെഷൻ വരുന്നത് നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇന്ന് നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അൻസിൽ എച്ച് ആണ്. അൻസിൽ എച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുള്ളി സിസ്കോയിലെ എ ഓപ്സിലെ ടെക് ലീഡാണ്. അതിലുപരി പുള്ളി ക്യൂബോസ്നെറ്റ് ആണ്. KCD കൊച്ചിയുടെ ഈ വർഷത്തെ ഓർഗനൈസിംഗ് ടീം മെമ്പർ കൂടിയാണ്. അൻസിൽ എച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പോയിന്റ് ansilh.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പുള്ളി ലാസ്റ്റിൽ എഴുതിയത് ഒരു EBPF റിലേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് അഡ്വാൻസ് ലെവൽ ഫ്രം EBPFന്റെ ബിഗിനർ ടു അഡ്വാൻസ് ലെവലിലോട്ട് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അത് ഞാൻ പറയാൻ കാര്യം, നെറ്റ്വർക്കിങ്ങിന്റെ ആധികാരികമായിട്ട് കേരളത്തിൽ തന്നെ പറയാൻ നല്ലൊരു സ്പീക്കറിൽ ഒരാൾ കൂടിയാണ് അൻസിൽ. അപ്പം ഒരു എക്സ്പേർട്ട് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ആ ലെവലിലുള്ള ഒരു ബിഗിനർ ലെവലിൽ നമുക്ക് കിട്ടുന്നതിനെ ഒരു ഭാഗ്യമാക്കി കണക്കാക്കാം. നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പറയുമ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. അതൊരു ക്രിട്ടിക്കൽ ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലിനക്സ് എങ്ങനെ അറിയാൻ പറ്റും, അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിന്റെ സൈഡിലും നമ്മൾ അറിയേണ്ടതായിരിക്കുന്നു. കാര്യം എവരിവെയർ എങ്ങനെയാണ് സർവർ ടു സർവർ കണക്ട് ആകുന്നത്, എങ്ങനെയാണ് കണ്ടെയ്നേഴ്സ് തമ്മിലുള്ള കണക്ടിവിറ്റി വരുന്നത്, എങ്ങനെയാണ് ക്ലൗഡ് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ പൈപ്പ് ലൈൻസിനകത്തൊരു ജോബ് വരുമ്പോൾ പൈപ്പ് ലൈൻസ് തമ്മിലുള്ള കണക്ടിവിറ്റി, എവരിവെയർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ബേസിക് ക്രിട്ടിക്കൽ ഒരു നോളജ് തന്നെയാണ്. സെയിം ആസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതിനകത്ത് നമുക്ക് പല ടൂളുകൾ യൂസ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ബിഗിനർ ലെവലിൽ നമ്മൾ ഫ്രം സ്ക്രാച്ച് എന്ന് നമ്മൾ അത് മനസ്സിലാക്കി ഒരു ബേസ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ മാത്രമേ നമുക്ക് ഓരോ ലെവലിൽ മാറിപ്പോകാൻ പറ്റൂ. പക്ഷെ നമ്മൾ എല്ലാവർക്കും സന്തോഷമായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടി വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പുള്ളിയുടെ ഓരോ സെഷൻ. കാര്യം ഞാൻ പല ക്ലാസ്സുകളിൽ ചെല്ലുമ്പോഴും നമുക്ക് പ്യൂർ മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏത് ലെവലിലുള്ള ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന ഡൗട്ട്സ് ചെറുതാണോ അല്ലെങ്കിൽ അത് മോശമാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. പുള്ളി അങ്ങനെ നിങ്ങളെ വിലയിരുത്താനും പോകുന്നില്ല. അപ്പൊ ഏത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പൊ ഓൾമോസ്റ്റ് 20 ആയി. ബാക്കി നമ്മൾ വരുമ്പോൾ ഇൻ ചെയ്തോളാം. ഹലോ. ഓക്കെ, മ്യൂട്ടായിരുന്നു. ഓക്കെ, എൻ്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. അതെ അതെ, കാണാൻ പറ്റും. ഓക്കെ, സോ താങ്ക്സ് ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ നിജീഷ്. അപ്പോൾ ഏകദേശം 19 വർഷമാവുന്നു ഇൻഡസ്ട്രിയിൽ. സോ ഞാനൊരു ഡാറ്റാ സെൻറ്റർ ഓപ്പറേറ്ററായിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. സോ അന്ന് ഫിസിക്കൽ സെർവേഴ്സ്, അതുപോലെ ഫിസിക്കൽ മെഷീൻസ്, അതൊക്കെ വെച്ചിട്ടായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു നെറ്റ്വർക്കിംഗ് എന്ന ടോപ്പിക് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് മനസ്സിലേക്ക് വന്ന ഇനീഷ്യൽ ഡേയ്സ് ആണ്. അതായത് സെർവർ ഇൻസ്റ്റലേഷനും അതിൻ്റെ പാർട്സ് റീപ്ലേസ്മെൻറ്റും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. സോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹിസ്റ്ററിയും തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് തമ്മിൽ എങ്ങനെ എന്തുകൊണ്ട് കണക്ട് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹിസ്റ്ററി, അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം നമ്മൾ ഈ അഡ്വാൻസ് നെറ്റ്വർക്ക് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് അബ്സ്ട്രാക്ഷൻസ് ആണ്. എൻക്യാപ്സുലേഷൻസ്, അബ്സ്ട്രാക്ഷൻസ്, എങ്ങനെയാണ് ചില വർക്ക് അറൗണ്ട്സ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതിൽ നിന്നാണ് ഈ സൊല്യൂഷൻസ് എല്ലാം ഇവോൾവ് ആയി ഇന്ന് കാണുന്നതിനായിട്ട് നെറ്റ്വർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ട്രബിൾ ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി മേക്ക് ടു കമ്പ്യൂട്ടേഴ്സ് ടോക്ക് ടു ഈച്ച് അതർ, അപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അപ്പോൾ അതിനൊരു കോൾഡ് വാർ ഫാക്ടറും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നൊക്കെ, കോൾഡ് വാർ എന്താണെന്നൊക്കെ. അപ്പോൾ നമ്മുടെ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, അവർ ന്യൂക്ലിയർ അറ്റാക്സിനെ പറ്റി വറീഡ് ആയിരുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യാം വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ ഓർ ലോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ നിന്നാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ്
കമ്മ്യൂണിക്കേഷൻ, അതായത് UCLA നിന്ന് സ്റ്റാൻഫോർഡിലേക്ക് ഒരു മെസ്സേജ് പോകുന്നത് ഒരു ലോഗിൻ കമാൻഡായിരുന്നു. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് LO അല്ലെങ്കിൽ ലോഗിനകത്ത് LO എന്ന് പറയുന്ന ഒരു 2 ക്യാരക്ടർ ചെന്നപ്പോൾ തന്നെ സിസ്റ്റം ക്രാഷായി. അപ്പോൾ അതിനർത്ഥം ലോഗിൻ എന്ന് പകരം LO എന്നാണ് ഫസ്റ്റ് ഇൻ നെറ്റ്വർക്ക് മെസ്സേജ്. അപ്പോൾ അത് വർക്ക് ചെയ്തൊരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ARPANET എന്ന് പറയും. അതായത് പിന്നെ അത് ആക്ച്വലി ഫോൺ ലൈൻസ് ആണ്. അതായത് രണ്ട് ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്ന ഫോൺ ലൈൻസ് വഴി എങ്ങനെ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാം എന്നായിരുന്നു. നിങ്ങൾ പഴയ മൂവീസൊക്കെ ചിലപ്പം കണ്ടാൽ മനസ്സിലാവും. അതായത് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ടാവും, ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് ഓക്കെ ലെറ്റ് മീ കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കേബിൾ എടുത്ത് കുത്തുന്നതാണ്. അപ്പോൾ അതാണ് ഫിസിക്കൽ സ്വിച്ചിങ് ആയിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അത് മാറി സർക്യൂട്ട് സ്വിച്ചിങ് ആയി. അത് നമുക്ക് ഇലക്ട്രോണിക്സ് ഡിവൈസസിലേക്ക് വന്നു, ഇലക്ട്രോണിക് കമ്പോണൻസിലേക്ക് വന്നപ്പോൾ അതിന് സർക്യൂട്ട് സ്വിച്ചിങ് ആയി. പിന്നെ അതിനുശേഷമാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ പോയി. പിന്നെ അത് പിന്നൊന്നും കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെ റീസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അൺടിൽ അൺലെസ് ആ ഒരു കേബിൾ റീകണക്ട് ചെയ്യുന്നവരെ. പിന്നീടാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. അതായത് എൻ്റയർ കമ്മ്യൂണിക്കേഷൻ ഒറ്റ ലൈനിൽ കൂടെ വിടുന്നതിന് പകരം റിഡൻഡൻ്റ് ആയിട്ടുള്ള പല ലൈൻസ് ഉണ്ടാവും. അതിൽ ഇൻഫർമേഷൻ്റെ ചങ്കായിട്ട് അല്ലെങ്കിൽ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല വഴിക്ക് അയക്കുക. അപ്പോൾ റൗട്ടർ 1 റൗട്ടർ 2 എന്നൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം സ്ലൈഡിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പാക്കറ്റ് സ്വിച്ചിങ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് OSI മോഡൽ അല്ലെങ്കിൽ 7 ലെയർ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതൊന്ന് ലെയർ 4 അല്ലെങ്കിൽ TCP UDP, പിന്നൊന്ന് ലെയർ 7 ആപ്ലിക്കേഷൻ HTTP അല്ലെങ്കിൽ FTP. ഈ മോസ്റ്റ്ലി നിങ്ങൾ ഈ ഒരു 2 ലെയറിലായിരിക്കും മിക്കവാറും ഇൻഫ്രാസ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ക്ലൗഡിൽ എസ്പെഷ്യലി ഈ 2 ലെയറിലായിരിക്കും നിങ്ങൾ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുക. നിങ്ങളൊരു ഫിസിക്കൽ ഡാറ്റാ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ നെറ്റ്വർക്ക് ഡിവൈസസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഓക്കെ, ഇതിനകത്ത് ഓഡിയൻസിന് സംസാരിക്കാൻ ഉള്ള ഓപ്ഷൻ എവിടെ ചെയ്തിട്ടുണ്ടോ അജീഷ്? അവർക്ക് മെസ്സേജ് അയക്കാൻ മാത്രമുള്ള ഓപ്ഷനേ ഉള്ളൂ? എനേബിൾ ആണ്. അവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആക്ച്വലി ഇതിനകത്ത് നെറ്റ്വർക്ക് ഡിവൈസസ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നെറ്റ്വർക്ക് കേബിൾ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? RJ45 നെറ്റ്വർക്ക് പോർട്ട്. ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യണം എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കും അറിയില്ല. അപ്പം RJ45 എങ്ങനെ ഇരിക്കും? അതൊരു കേബിൾ ഉണ്ടാവും, കേബിളിന് 2 കണക്ടർ ഉണ്ടാവും. അപ്പം അതിനകത്ത് 8 വയേഴ്സ് ഉണ്ടാവും. അപ്പം അതാണ് RJ45 എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മൾ ചെയ്യുന്ന ഈ കേബിളിനെ കണക്ട് ചെയ്യുന്ന പേരാണ് ക്രിമ്പിംഗ് എന്ന് പറയും. അത് ഈ കണക്ടറെ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും? അപ്പോൾ ഈ ഒരു കണക്ടറാണ് നമ്മൾ ഈ കേബിളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ചില കേബിൾസ് ബൈ ഡിഫോൾട്ട് അതിനകത്ത് കണക്ടറായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് കേബിൾസ് നമുക്ക് മേടിക്കാം, എന്നിട്ട് ക്രിമ്പ് ചെയ്ത് നമുക്ക് ഈ കണക്ടർ ഇടാം. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഓരോ സിസ്റ്റത്തിലും ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടാവും. എൻ്റെ ഒരു റാസ്ബെറി പൈ ഉണ്ട്, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നെറ്റ്വർക്ക് പോർട്ട് സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലാണ് അതിൻ്റെ ഒരെൻഡ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരെൻഡ് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പം ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് യു ക്യാൻ സി. അപ്പോൾ അതാണ് ഒരെൻഡ് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇനി മറ്റേ എൻ്റെ എവിടെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റേ എൻ്റെ കണക്ട് ചെയ്യാൻ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം, അപ്പോൾ ഒരു പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെന്ന് പറയുന്നത് എനിക്കൊരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. സ്വിച്ച് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഇതൊരു അൺമാനേജ്ഡ് സ്വിച്ചാണ്. അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ പോർട്സ് ഉണ്ടാവും, പവർ സപ്ലൈ ഉണ്ടാവും, പോർട്സിന് തന്നെ പല സ്പീഡ് ഉണ്ടാവും. അതൊക്കെ അതിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സ്വിച്ചിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരെൻഡ് നിങ്ങളുടെ സ്വിച്ചിലും ഒരെൻഡ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കണക്ഷൻ. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ
ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാനിത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കേബിൾസ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുമ്പോഴും RJ45 എന്ന് പറയുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ പിക്ചേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് വരണം. ഓക്കെ, പിന്നെ അടുത്തത്, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കേബിൾസ് അല്ലെങ്കിൽ ആ പോർട്ട്, അതിനകത്താണ് ഈ ബാക്കിയുള്ള സംഭവം നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാം വൺസ് ആൻഡ് സീറോസ് ആണ് കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ ഈ വൺസ് ആൻഡ് സീറോസിനെ എങ്ങനെയാണ് ഈ ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് എത്തിക്കുന്നത്, അപ്പോൾ അതിലാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 7 ലെയർ മോഡൽ ഉണ്ട് നമുക്ക്. അതിൽ ഫിസിക്കൽ കേബിൾസ്, നമ്മൾ ഓൾറെഡി കേബിൾ നമ്മൾ കണ്ടു. പിന്നെ ഡാറ്റ ലിങ്ക്, എതർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് കാണാം. പിന്നെ ഇതിന് മുകളിലോട്ടുള്ള എല്ലാം നമുക്കിനി വരുന്ന സെഷനിൽ കാണാം, വരുന്ന സ്ലൈഡ്സിൽ കാണാം. വളരെ സിമ്പിളായിട്ടുള്ള, അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു വേറൊരു മോഡലാണ് TCP മോഡൽ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് OSI, അത് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ട് മോഡൽ എന്ന് പറയും. പിന്നെയുള്ളതാണ് TCP മോഡൽ. TCP മോഡൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആണ്. ഇതാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് OSI ലെയറിൻ്റെ 1 2 കൂടെ കമ്പൈൻ ചെയ്തു. അതേപോലെ OSI ലെയറിൻ്റെ 5 to 7 ലെയേഴ്സും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലെയർ ആക്കി. അങ്ങനെ ടോട്ടൽ റെഡ്യൂസ് ടു 4 ലെയർ ആക്കിയിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ മിക്കവാറും നമ്മൾ കാണാറ്. അപ്പോൾ അതിനകത്ത് എതർനെറ്റ്, വൈഫൈ. സോ വൈഫൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട എതർനെറ്റ് പോർട്ടല്ല, സെപ്പറേറ്റ് ഒരു വേറൊരു ഡിവൈസ് തന്നെയാണ് വൈഫൈ. പിന്നെ HTTP നമുക്കറിയാം, DNS ഐ ഹോപ്പ് എവരിവൺ നോസ്, SSH എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. TCP, UDP, IP ആൻഡ് ICMP. അപ്പോൾ നെറ്റ്വർക്ക് ആക്സസ് അതാണ് ഫസ്റ്റ്. പിന്നെ ഇൻ്റർനെറ്റ്, പിന്നെ ട്രാൻസ്പോർട്ട്, ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു 4 ലെയറിലാണ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്നത്. പിന്നീട് വരുന്നതാണ് എന്താണ് പാക്കറ്റ്. അതായത് നമ്മൾ വൺസ് ആൻഡ് സീറോസ് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് നമ്മൾ അയക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻഫർമേഷൻ അയച്ച് അടുത്ത എൻഡിൽ എത്തുന്ന ആൾക്ക് അതൊരു ഇൻഫർമേഷൻ എങ്ങനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. അതായത് എനിക്കൊരു ഇൻഫർമേഷൻ ഇവിടുന്ന് അയച്ച് അവിടെ എത്തി അതിനെ റിസീവിങ് എൻഡിൽ എങ്ങനെ ഡീകോഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് സെൻഡറും റിസീവറും ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യണം. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് രണ്ടുപേരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിബന്ധനകൾ അല്ലെങ്കിൽ കുറച്ച് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ ലെയറിൽ വരുമ്പോൾ അതിനകത്ത് വൺസ് ആൻഡ് സീറോസ് അയക്കുന്ന പോലെ അതിനൊരു ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും. അതായത് ഏത് ഇൻ്റർവെല്ലാണ് ഞാൻ 1 അയക്കേണ്ടത്, എത്ര ഇൻ്റർവെല്ലാണ് ഞാൻ 0 അയക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ വയറിൽ കൂടി നമ്മൾ വൺസ് ആൻഡ് സീറോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് അല്ലേ. അപ്പോൾ എനിക്ക് 1 1 1 എന്നാണ് അയക്കുന്നതെങ്കിൽ എനിക്ക് ആ 1 1 1 എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈ തന്നെ ആയിരിക്കും. അതിനകത്ത് 3 1 ഉണ്ടെന്ന് റിസീവിങ് എൻഡിൽ എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരേ ക്ലോക്കിൽ ആദ്യം സിങ്ക് ആവണം. ആര്? സെൻഡറും റിസീവറും. അതിനുശേഷമാണ് ഈ 3 1s അയക്കുന്നത്. അപ്പോൾ സെൻഡറും റിസീവറും അയക്കുന്ന സമയത്ത് സെൻഡർ ആദ്യം ഓരോ ക്ലോക്ക് ടിക്ക് ചെയ്യുന്ന സമയത്തും ഒരു ഹൈ വോൾട്ടേജ് അയക്കും. അങ്ങനെ 3 ടിക്കിൽ 3 ടിക്കാകുമ്പോഴും 3 ടിക്ക് ക്ലോക്ക് ടിക്കാകുമ്പോൾ ഹൈ വോൾട്ടേജിലായിരിക്കും ആ ലൈൻ ഉണ്ടാവുക. റിസീവിങ് എൻഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ 3 സൗണ്ട് ടിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഹൈ വോൾട്ടേജ് ആണ് റിസീവ് ചെയ്തതെങ്കിൽ അതിനത് 3 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഫിസിക്കൽ ലെയറിൽ അല്ലെങ്കിൽ കേബിൾസിൽ ഇൻഫർമേഷൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടി വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇൻഡെപ്ത് നമുക്ക് പോകുന്നില്ല. ഇനി വരുന്നത് എന്താണ് ഒരു പാക്കറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ടെലിഫോൺ ലൈനിലാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ജസ്റ്റ് അതുവഴി പാസ് ചെയ്ത് പോകുന്ന കണക്ഷൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേബിൾ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. പാക്കറ്റ് സ്വിച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതാണ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളിൽ വരുന്നത്. ഇത് രണ്ടും സെൻഡറും റിസീവറും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇതിനു വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും TCP/IP ബൈ ഡിഫോൾട്ട് ഉണ്ട്. വിൻഡോസിലുണ്ട്, ലിനക്സിലുണ്ട്. നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുള്ള എല്ലാ ഡിവൈസിലും ഈ പ്രോട്ടോക്കോൾ സപ്പോർട്ടഡ് ആണ്. പിന്നീട് വരുന്നതാണ് പാക്കറ്റ് സൈസ്. എന്താണ് ഒരു പാക്കറ്റ്? ഈ ഒരു പാക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനകത്ത് ഒന്നാണ് ഒരു എതർനെറ്റ് ലെയർ ഉണ്ടാവും, പിന്നെ ഒരു IP + TCP, IP അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് പാക്കറ്റ് ഹെഡർ, പിന്നെ TCP പാക്കറ്റ് ഹെഡർ, പിന്നെ പേലോഡ്, പിന്നെ ഒരു ചെക്സം. അതായത് ഒരു പാക്കറ്റ് റിസീവ് ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ് ആയിട്ടില്ല
എന്ന് റിസീവിങ് എൻഡിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്സം കൂടി ഉണ്ടാവും. അതാണ് ഒരു എൻ്റയർ പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിനകത്ത് ഏതൊക്കെ ലെയറാണ്. അപ്പം ലെയർ 2 എന്ന് പറയുന്നത് തന്നിട്ട് ലെയർ 3 and 4 TCP+, പിന്നെ ഡാറ്റ ആക്ച്വൽ പ്രസൻറ്റേഷൻ ലെയറിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ എന്താണ് ഉണ്ടാവേണ്ടത്. സോ ഒരു എൻക്യാപ്സുലേഷൻ എന്താണ് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഒരു ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു ടോപ്പ് അപ്രോച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം 1s and 0s ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രോട്ടോക്കോളാണ് തീരുമാനിക്കുന്നത് എത്ര ലെങ്തിലാണ് എതർനെറ്റ് ഹെഡർ ഇരിക്കുന്നത്, എത്രയിലാണ് IP ഹെഡർ ഇരിക്കുന്നത്, എത്രയാണ് TCP ഹെഡർ ഇരിക്കുന്നത്, എവിടെയാണ് ഡാറ്റ ഇരിക്കുന്നത്, എവിടെയാണ് CRC ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ TCP/IP പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ട് ഓരോ ലെയറിൽ നിന്ന് പാക്കറ്റ് ഡീക്യാപ്സുലേറ്റ് ചെയ്ത് പോകുന്തോറും ഓരോരോ ഹെഡർ റിമൂവ് ആവും. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നിന്ന് എതർനെറ്റ് ഹെഡർ റിമൂവ് ആവും. പിന്നെ അതിൻ്റെ മുകളിൽ നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകുമ്പം IP + TCP + ഡാറ്റയാണ്. പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ TCP ഹെഡർ റിമൂവ് ആയി, പിന്നെ TCP ഡാറ്റയായി, പിന്നെ ഏറ്റവും അവസാനം ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ വണ്ടർ അടിക്കുന്നുണ്ടാവും. തൽക്കാലം ഒന്നും അറിയണ്ട. ഈ ഒരു എൻക്യാപ്സുലേഷൻ, ഡീക്യാപ്സുലേഷൻ, ഈ 2 വേർഡ് ഓർത്തിരിക്കുക. അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് വയറിൽ കൂടിയിട്ട് ഒരെൻഡിൽ നിന്ന് മറ്റെൻഡിലേക്ക് എത്തുന്ന സമയത്ത് ഹലോ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തായാലും? ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു ആൻസർ. ഓക്കെ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഒരു ലെയറിൽ നിന്ന് വേറെ ലെയറിലേക്ക് പോകും തോറും അതിൻ്റെ ഹെഡേഴ്സ് റിമൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഹെഡർ എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എൻക്യാപ്സുലേഷൻ, ഡീക്യാപ്സുലേഷൻ ഈ ഒരു സംഭവം TCP/IP സ്റ്റാക്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോക്കോളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഫിസിക്കൽ ലെയറിൽ കൂടെ പോകുന്ന ഇൻഫർമേഷൻ 1s and 0s ആയിരിക്കും. ആപ്ലിക്കേഷൻ ലെയറിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ആക്ച്വൽ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങളുടെ ഇമേജസ് ആവാം, ടെക്സ്റ്റ് ആവാം, ഡാറ്റ ആവാം. അപ്പോൾ അത്രയും ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ പിന്നീട് അറിയേണ്ടതാണ് ഡാറ്റാഗ്രാം, സെഗ്മെൻറ്റ്, ഹെഡേഴ്സ്. അപ്പോൾ ഈ ഒരു വേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ എന്താണെന്ന് തൽക്കാലം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അടുത്തതാണ് IP ഡാറ്റാഗ്രാം. അത് നമ്മൾ ഡാറ്റാഗ്രാം എന്നാണ് പറയുക. IP പാക്കറ്റ് എന്നാണ് നോർമലി എല്ലാം പറയുന്നതെങ്കിലും ഡാറ്റാഗ്രാം എന്നാണ് അതിൻ്റെ ആക്ച്വൽ ടെക്നിക്കൽ ടേം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 1s and 0s ആയിട്ടാണ് ഇൻഫർമേഷൻ വയറിൽ കൂടി പോകുന്നത്. അപ്പോൾ ഈ TCP/IP പ്രോട്ടോക്കോളാണ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു പാക്കറ്റിന് എത്ര സൈസ് ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റിൻ്റെ ഹെഡറിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവണം എന്നുള്ളതെല്ലാം ഈ TCP/IP പ്രോട്ടോക്കോളിലാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2 പേർക്കും അറിയാം, സെൻഡറിനും അറിയാം, റിസീവറിനും അറിയാം. അപ്പോൾ ഞാനൊരു പാക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ റിസീവിങ് എൻഡിൽ എങ്ങനെ അതിനെ പ്രോസസ്സ് ചെയ്യുന്നുള്ളത് സെൻഡറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു IP ഡാറ്റാഗ്രാം സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് 1 2 3 4 5 6 7 8 ഈ ഒരു 8 ബിറ്റ്സ് 8 ബിറ്റ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, അതിനൊരു ബൈറ്റ് എന്ന് പറയും. 4 ബിറ്റ്സ് ആണ് ഒരു നിബിൾ. അതുകൊണ്ട് തന്നെ എൻറ്റയർ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും 32 ബിറ്റ്സ് ആണ്. അതായത് ഫസ്റ്റ് 32 ബിറ്റ്സ് ആണ് പറയുന്നത്. അതായത് 1s and 0s എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് ഫസ്റ്റ് 32 ബിറ്റ് ഒരു റിസീവറിലേക്ക് എത്തുന്ന സമയത്ത് അയാൾക്ക് ഇത്രയും ഇൻഫർമേഷൻ കിട്ടും. അത് ഏത് വേർഷൻ ഓഫ് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് IPv4 എന്നും IPv6 ഒക്കെ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു പ്രോട്ടോക്കോൾ വേർഷനാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ഹെഡർ ലെങ്ത്, അത് എത്ര ഹെഡറിന് എത്ര ലെങ്ത് ഉണ്ട് തൽക്കാലം നോക്കണ്ട. പിന്നെ ഏതാണ് ടൈപ്പ് ഓഫ് സർവീസ്, പിന്നെ ടോട്ടൽ ലെങ്ത്, ഐഡൻറ്റിഫിക്കേഷൻ. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീൽഡ് ഉണ്ട്. ഒന്ന് സോഴ്സ് അഡ്രസ്സ്, ഒന്ന് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്. അപ്പം ഇത്ര ഇൻഫർമേഷനാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 1s and 0s ആയിട്ട് പോവുക. അതായത് ആദ്യം അതായത് ഒരു നിബിളാണ് അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ഇൻഫർമേഷന് ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റുള്ളൂ, എന്ത് വേർഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 1s and 0s വെച്ചിട്ട് 32 ബിറ്റ് ആദ്യം പോവും, പിന്നെ അടുത്ത 32 ബിറ്റ്, അങ്ങനെ ഓരോരോ 32 ബിറ്റ്സ് വഴിയാണ് ഇൻഫർമേഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻസ് ആയിട്ട് നിങ്ങൾ കാണുന്നെങ്കിലും ഇതൊരു സീക്വൻഷ്യലായിട്ടാണ് വയറിൽ കൂടെ പോകുന്നത്. അതായത് 0 to 32, പിന്നെ 33 മുതൽ ബാക്കി. അപ്പോൾ അങ്ങനെ ഏറ്റവും എൻഡിൽ ഒരു CRC ചെക്സം ഉണ്ടാവും. അത്രയും സംഭവമാണ് ഹെഡർ ചെക്സം. അത് അത്രയും ഇൻഫർമേഷനാണ് നമ്മുടെ ഒരു പാക്കറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ ഇത്രയും സാധനം എത്തിക്കഴിയുമ്പം ആളിന് ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും, അതായത് ഇതിൻ്റെ ചെക്സം യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഏത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്, സോഴ്സ് അഡ്രസ്സ് എന്താണ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്താണ്, ഇൻഫർമേഷനൊക്കെ ഡെസ്റ്റിനേഷന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു IP ഡാറ്റാഗ്രാം സ്ട്രക്ചർ.
ഇനി അടുത്തതാണ് ഒരു TCP. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ഹെഡർ ഉണ്ടാവും. അതായത് ഇതിന് മുമ്പുള്ള നമ്മൾ കണ്ടിരുന്നു. അതായത് ഓരോ ലെയറിൽ നിന്ന് പോകുന്തോറും ഓരോ ഹെഡർ എക്സ്ട്രാക്ട് ആയിക്കൊണ്ടിരിക്കും. ആദ്യമുള്ളത് ഈ IP ആണ് നമ്മൾ കണ്ടത്. IP എന്ന് കഴിഞ്ഞിട്ട് നെറ്റ് ട്രാൻസ്പോർട്ടിലേക്ക് പോകുമ്പോൾ TCP ഹെഡറും ഡേറ്റ ആണ് ഉണ്ടാവുക. ആ TCP ഹെഡറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അവിടെയാണ് സോഴ്സ് പോർട്ട് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ പോർട്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ സീക്വൻസ് നമ്പർ, അക്നോളജ്മെൻറ്റ് നമ്പർ, കൺട്രോൾ ഫ്ലാഗ് ബിറ്റ്സ്. അതായത് ഈ ഒരു സാധനം ഓർത്തിരിക്കുക. അതായത് നമ്മുടെ IP-ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫീൽഡാണ്. ഒന്ന് സോഴ്സും ഒന്ന് ഡെസ്റ്റിനേഷനും. ഈ 2 ഫീൽഡ് ഓർത്തിരിക്കുക. TCP-യിലേക്ക് വരുമ്പോൾ സോഴ്സ് പോർട്ടും ഡെസ്റ്റിനേഷൻ പോർട്ടും കൺട്രോൾ ഫ്ലാഗ്സ്, ഇത്രയും സാധനമാണ് ഓർത്തിരിക്കേണ്ടത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരു പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫീൽഡ്സ്. അപ്പോൾ ആ ഒരു കൺട്രോൾ ഫ്ലാഗ്സിലുള്ള ചില വാല്യൂസ് ആണ്. അതായത് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്ന ഒരു ബിറ്റ് സെറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 0 ആണ്. അവിടെ തന്നെ 1 പിന്നെ 0. അത് 0 0 0 0 1 0 ആണ് ആ പാക്കറ്റിലെ കൺട്രോൾ ബിറ്റെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സിങ്ക്രണൈസ് പാക്കറ്റ് ആണെന്നാണ്. അപ്പോൾ സിങ്ക്രണൈസ് പാക്കറ്റ് എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പിന്നുള്ളത് അക്നോളജ്മെൻറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബിറ്റായിരിക്കും സെറ്റായിരിക്കുക. ഫിനിഷ്, പിന്നെ റീസെറ്റ്, പുഷ്, അർജൻറ്റ്. ഇതിനകത്ത് നിങ്ങൾ മിക്കവാറും കാണുന്നത് സിങ്ക്, അക്നോളജ്, ഫിൻ, RST ഇത്രയും ഒക്കെ കാണുള്ളൂ നോർമലി. പിന്നെ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡെലിബറേറ്റ്ലി പറയാതിരുന്നതാണ്. നമ്മൾ ഫിസിക്കൽ ലെയർ, അതായത് നെറ്റ്വർക്ക് ലെയറിൽ വരുമ്പോൾ അവിടെ ഉള്ളൊരു സാധനമാണ് MAC അഡ്രസ് എന്ന് പറയും. MAC അഡ്രസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് MAC അഡ്രസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതൊക്കെ നമ്മൾ പിന്നീട് പറയും. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ നെറ്റ്വർക്ക് പോർട്ടും, അതായത് നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ, അതായത് ഒരു സ്വിച്ചിനൊരു ഓരോ കമ്പ്യൂട്ടറിനും ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടാവും. അതായത് ഇത് അപ്പോൾ അതിൽ ഒരു MAC അഡ്രസ് ഉണ്ട്, അതിന് യുണീക്ക് ഐഡൻറ്റിഫയർ ഉണ്ടാവും. അതിൻ്റെ ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്, MAC അഡ്രസ് ഫോർമാറ്റ്. അപ്പോൾ അതിൽ 6 ഫീൽഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനുഫാക്ചറർ റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ID ഉണ്ടാവും, പിന്നെ ഒരു യുണീക്ക് ഡിവൈസ് ID ഉണ്ടാവും. പിന്നെ ഇതാണ് ഈ ഒരു കോമ്പിനേഷനാണ് 6 ബൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഹെക്സാഡെസിമൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ഫേംവെയർ, ആ ഒരു നെറ്റ്വർക്ക് പോർട്ടിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡിൻ്റെ ഫേംവെയറിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കതിനെ ഓൾറെഡി ചെയ്യാം, ബട്ട് ഇതിനെ നമുക്കൊരു സീരിയൽ നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു MAC അഡ്രസ് യൂണീക്ക് ആയിരിക്കണം. സെൻഡറിന് ഒരെണ്ണം യൂണീക്ക് ആയിട്ടുണ്ടാവണം, റിസീവറിന് ഒരെണ്ണം യൂണീക്ക് ആയിട്ടുണ്ടാവണം. ഇപ്പോൾ ഇത് എൻറ്റയർ എതർനെറ്റ് ഫ്രെയിം, അതായത് എൻറ്റയർ ഇൻഫർമേഷൻ പാക്ക് ചെയ്ത് പോകുന്നത് അത് എതർനെറ്റ് ഫ്രെയിമിനകത്താണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ IP അല്ലെങ്കിൽ TCP പാക്കറ്റ്, അതിനെ മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഒരു എതർനെറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു എതർനെറ്റ് ഫ്രെയിമിനകത്താണ് ഈ ഇൻഫർമേഷൻ എല്ലാം സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനകത്ത് സോഴ്സ് MAC അഡ്രസ് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ IP-ക്കകത്താണെന്നുണ്ടെങ്കിൽ സോഴ്സ് IP ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ IP ഉണ്ടാവും. TCP-ക്കകത്താണെന്നുണ്ടെങ്കിൽ സോഴ്സ് പോർട്ട് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ പോർട്ട് ഉണ്ടാവും. പിന്നെ പേലോഡ്, ആക്ച്വൽ ഡേറ്റ ഉണ്ടാവും, പിന്നെ ഒരു ചെക്സം ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ആക്ച്വലി നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഒരു എൻഡിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പാക്കറ്റ് ടൈപ്പ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ അയാനയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. നമുക്ക് 1s and 0s ആയിട്ട് ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഈ പ്രോട്ടോക്കോളാണ് ഡിഫൈൻ ചെയ്യുന്നത്. എത്ര ഫീൽഡിൽ എന്ത് വാല്യൂ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതാണ് ആ പ്രോട്ടോക്കോൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് TCP/IP പ്രോട്ടോക്കോൾ. അപ്പോൾ എഴുതിയിട്ടുള്ള ആൾ ഐ തിങ്ക് ഹി ഈസ് സ്റ്റിൽ അലൈവ്. വിൻസർഫ് എന്നാണ് ആളുടെ പേര്. ആക്ച്വലി നമ്മൾ വിൻസർഫ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, അതല്ല, ആളിപ്പോഴും ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഓർമ്മ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ IP അഡ്രസ്സ് നമ്മൾ കാണുമ്പോഴെല്ലാം അതൊരു 4 ഫീൽഡാണ്. എന്താണ് 4 ഫീൽഡ് അല്ലെങ്കിൽ 4 നമ്പേഴ്സ്, വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? അപ്പം ഇതെന്ന് പറയുന്നത് ഇതിനും ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് 32 ബിറ്റ്സ്. 32 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പണ്ട് സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് മെമ്മറി കപ്പാസിറ്റിയിലാണ്. മെമ്മറിയൊക്കെ ഭയങ്കര കുറവാണ് സിസ്റ്റത്തിൽ. അതേപോലെ തന്നെ ഒരു മാക്സിമം രജിസ്റ്റർ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. അപ്പോൾ
ആ ഒരു കോമ്പിനേഷനിലാണ് അവർ ഡിസൈഡ് ചെയ്തത്, ഓക്കെ വി ആർ ഗോയിങ് ടു ഫിക്സ് ദി IP അഡ്രസ്സിങ് ടു 32 bit ഫോർ IPv4. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തത് 8 bits ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ഫീൽഡും 8 bits ആണ്. അപ്പോൾ അങ്ങനെയാണ് 4 ഫീൽഡ് വന്നിരിക്കുന്നത്. 8+8+8+8 32 bits. അപ്പോൾ നിങ്ങൾ ബൈനറി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്? ബൈനറി നമുക്ക് ഹാർഡാണ്, നമുക്കത് ഓർത്തിരിക്കാൻ പറ്റില്ല. സോ വി യൂസ് ഡെസിമൽ. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ 1 2 4 8 32 എന്ന് പറയുന്ന ഒരു നമ്പറിങ്, ഓരോ നമ്പർ എഴുതുന്നതിൻ്റെ മുകളിൽ എന്നിട്ട് അതിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺസ് വരുന്നതെല്ലാം അതിനെ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 192 കിട്ടും. ഇപ്പം 1 2 8 16 32 64 then 64 കഴിഞ്ഞ് 128 256 ഐ തിങ്ക് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു 164 + 62 ആ ഒരു സമ്മാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഓരോ ഒക്ടക്റ്റും അതിന് 256 കോമ്പിനേഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ ഫീൽഡും 0 മുതൽ 255 വരെ നിങ്ങൾക്ക് വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 0.0.0.0 മുതൽ 255.255.255.255 അതാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ അത്രയും മതിയായിരുന്നു. അപ്പോൾ അത്ര ആ ഒരു റേഞ്ചിനുള്ളിലെ എല്ലാ IP അഡ്രസ്സും യൂസ് ചെയ്താലും യൂസ് ചെയ്യാനുള്ള സിസ്റ്റംസ് അന്നില്ല. അപ്പോൾ അതുകൊണ്ട് IPv4 അന്ന് എക്സോസ്റ്റ് ആയിട്ടില്ല. ബട്ട് ഇപ്പോൾ അത് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് IPv6 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് പ്രൈവറ്റ് IP റേഞ്ചസ്. ഈ ഒരു പ്രൈവറ്റ് IP റേഞ്ചസ് ആണ് നിങ്ങൾ മിക്കവാറും സിസ്റ്റത്തിൽ കാണുക. അതായത് 192 അല്ലെങ്കിൽ 172 അല്ലെങ്കിൽ 10. series. അപ്പോൾ ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട്. ഈ /8 അല്ലെങ്കിൽ സബ്നെറ്റ് എന്ന് പറയും. അതായത് ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ടാവും. അതായത് ഒരു ഒക്ടക്റ്റ്, എത്ര ഒക്ടക്റ്റാണ് ഹോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൈവറ്റ് റേഞ്ചസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C. ഇപ്പോൾ ക്ലാസ് C എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒക്ടക്റ്റ് ആയിരിക്കും ഹോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്നെറ്റ് എന്താണ്, ഒക്ടക്റ്റ് എന്താണ് തൽക്കാലം നിങ്ങൾ അറിയില്ലെന്നുണ്ടെങ്കിൽ തൽക്കാലം അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. തൽക്കാലം ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ഈ 3 റേഞ്ചസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത വേറെ എന്തെങ്കിലും റേഞ്ചസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ കാര്യങ്ങൾ വർക്കാവില്ല. സോ സേഫർ സൈഡ് വെൻ യു ആർ ഡിസൈനിങ് എ നെറ്റ്വർക്ക് മേക്ക് ഷുവർ യു യൂസ് പ്രൈവറ്റ് IP റേഞ്ചസ്. സോ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു RFC ഉണ്ട്, RFC 1918. ഈ ഒരു പേപ്പർ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് റേഞ്ചസ്, പ്രൈവറ്റ് റേഞ്ചസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ചില സ്പെഷ്യൽ അഡ്രസ്സസ് ഉണ്ട്. ഒന്ന് ലോക്കൽ ഹോസ്റ്റ്, പിന്നെ ഒന്നൊരു ഓൾ ഇൻ്റർഫേസ്, പിന്നെ ഒന്ന് ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഈ ഒരു 3 IP അഡ്രസ്സ് നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിന് നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ അസൈൻ ചെയ്താലും അത് വർക്കാവണമെന്നില്ല. അപ്പോൾ ഇതിന് 3നും 3 യൂസ് ഉണ്ട്. പിന്നുള്ളത് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ഡെമോസ് നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് ഈ ഡെമോ എന്ന് ഉദ്ദേശിക്കുന്നത് ലിനക്സ് സിസ്റ്റത്തിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർഫേസിനെ കാണാൻ പറ്റും, ആ ഇൻ്റർഫേസിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ കാണാം, അതേപോലെ തന്നെ അതിൻ്റെ MAC അഡ്രസ് എങ്ങനെ ചെക്ക് ചെയ്യാം. ആ MAC അഡ്രസ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു സീരിയൽ നമ്പർ അല്ലേ അത്. അതേപോലെ തന്നെ ഇൻ്റർഫേസിൻ്റെ സ്റ്റേറ്റ് എന്താണ്, അത് അപ്പ് ആണോ ഡൗൺ ആണോ, അതേപോലെ തന്നെ ആ ഇൻ്റർഫേസിന് എങ്ങനെ IP അഡ്രസ് അസൈൻ ചെയ്യാം, അതുകൊണ്ട് തന്നെ എങ്ങനെ ഇൻ്റർഫേസ് അപ്പാക്കും ഡൗൺ ആണെങ്കിൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. സോ സ്ക്രീൻ വിസിബിൾ ആണെന്ന് ആണോ? ഓക്കെ. ഞാനിപ്പോൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വിർച്വൽ ബോക്സിലാണ്. അപ്പോൾ എനിക്കൊരു ഫിസിക്കൽ മെഷീനിൽ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാര്യം എനിക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതിന് പകരം ഞാനൊരു വിർച്വൽ മെഷീൻ എൻ്റെ സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഫിസിക്കൽ മെഷീനായിട്ട് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫിസിക്കൽ മെഷീനുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൺ ചെയ്തു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ലോഗിൻ വന്നു. ഞാനത് ലോഗിൻ ചെയ്തു. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം IPA എന്ന് പറയുന്നൊരു കമാൻഡാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. IPADDR അല്ലെങ്കിൽ IPA. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, ഒന്നൊരു ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. ലൂപ്പ് ബാക്ക് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനകത്ത് ഇൻറ്റേർണലായിട്ട് 2 പ്രോസസ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ഉണ്ടെങ്കിൽ അതിന് ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസ് യൂസ് ചെയ്യാം. അതിന് ഫിസിക്കൽ നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല. അതൊരു വിർച്വൽ ഇൻ്റർഫേസ് എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് ഫിസിക്കൽ. നിങ്ങൾക്ക് ഒരു 2 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു ആക്ച്വൽ നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഫിസിക്കൽ ഡിവൈസ്. അതായത് അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്ന്, അതിൻ്റെ ഏറ്റവും ഓക്കെ, ഹൗ ക്യാൻ ഐ ഷോ യു ഗൈസ്. അതിനകത്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് അപ്പ്. അതാണ് ആ ഒരു ഇൻ്റർഫേസ് അപ്പാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കാണാം, എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ഇൻ്റർഫേസിൻ്റെ രണ്ടാമത്തെ ലൈനിൽ link/ether എന്ന് പറയുന്നൊരു ഫീൽഡ് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ MAC അഡ്രസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീരിയൽ നമ്പർ അല്ലെങ്കിൽ യൂണിക് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 080027 അതാണ് ആ മാനുഫാക്ചറുടെ യൂണീക്ക് ID. അതേപോലെ തന്നെ C1AC9D എന്ന് പറയുന്നത് ഒരു യൂണീക്ക് ID ആണ്, റാൻഡം. പിന്നീടാണ് മൂന്നാമത്തെ ലൈനിൽ നിങ്ങൾക്ക് INET. അവിടെയാണ് നിങ്ങൾ IP അഡ്രസ് കാണാൻ പറ്റുന്നത്. അതായത് 192.168.58.3 അതാണ് ക്ലാസ് C റേഞ്ചിലുള്ളത്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണിത് കോൺഫിഗർ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും അവസാനം ഡൈനാമിക് എന്നൊരു സംഭവം നിങ്ങൾക്ക് കാണാം. അതിനർത്ഥം അത് ഡൈനാമിക് ആയിട്ട് കോൺഫിഗർ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഡൈനാമിക് എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. പിന്നീട് ഇൻ്റർഫേസ് നെയിം നിങ്ങൾക്ക് ഫസ്റ്റ് അതേപോലെ തന്നെ ഇവിടെയും കാണാം. പിന്നെ IPv6 അതും കൂടി നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് ബൈ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ എനേബിൾഡ് ആയിരിക്കും. അപ്പോൾ ലൂപ്പ് ബാക്ക് അഡ്രസ്സ് പോലെ തന്നെ ഒരു IPv6 അഡ്രസ്സും കൂടി എപ്പോഴും ഇൻ്റർഫേസിന് അസൈൻ ആവും. അത് തൽക്കാലം അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി എങ്ങനെയാണ് ഇത് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്? ലിനക്സ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ചും ഉബുണ്ടുവിലൊക്കെ വരുമ്പോൾ നമ്മൾ നെറ്റ് പ്ലാൻ എന്ന് പറയുന്നൊരു ടൂളാണ് ക്ലൗഡിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഡൈനാമിക് ആയിട്ട് IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യുന്നത്. അത് 2 തരത്തിൽ നമുക്ക് IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക്, ഒന്ന് ഡൈനാമിക്. ഈ സ്റ്റാറ്റിക് എന്താണ്, ഡൈനാമിക് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ കണ്ട ആ ഒരു സ്ലൈഡിലേക്ക് ഒന്നുകൂടി പോവാം. അതിൻ്റെ കാരണമുണ്ട്. അത് ഈ ഒരു എതർനെറ്റ് ഫ്രെയിം, അതിലൊരു സോഴ്സും ഡെസ്റ്റിനേഷനും നമ്മൾ പാക്കറ്റിനകത്തുണ്ട്. അപ്പോൾ ഞാനൊരു സോഴ്സാണ്, എനിക്കൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ അയക്കണം. അപ്പോൾ എനിക്ക് എന്താ അറിഞ്ഞിരിക്കണം? ആ ഡെസ്റ്റിനേഷൻ്റെ IP അഡ്രസ് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് പാക്കറ്റ് അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് എനിക്ക് ഒരാൾക്കൊരു ലെറ്റർ അയക്കണമെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഞാൻ അറിഞ്ഞിരിക്കണം. എന്നാലേ എനിക്ക് ആ ലെറ്റർ അയക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ എൻ്റെ ലെറ്റർ ഒരു എൻവലപ്പിനകത്താക്കി അതിനകത്ത് 2 എഴുതി, അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഫ്രം എഴുതിയിട്ട് ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് തപാലിലയക്കും. അത് പോസ്റ്റ്മാൻ ആർക്ക് കൊണ്ട് കൊടുക്കും? ആ ഡെസ്റ്റിനേഷൻ. ആ പോസ്റ്റ്മാൻ എങ്ങനെ അറിയാം ഡെസ്റ്റിനേഷൻ? അയാളവിടെ ലോക്കലി എല്ലാ വീടുകളും അറിയാവുന്ന ആളായിരിക്കും. അയാളെ കൊണ്ടുപോയി ആ ഡെസ്റ്റിനേഷനിൽ അത് കൊടുക്കും. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ എങ്ങനെ വെരിഫൈ ചെയ്യും ആ അഡ്രസ്സ് തന്നെയാണോ എന്ന്? ആ അഡ്രസ്സിന് നെയിം ബോർഡിൽ നോക്കും. അതുകൊണ്ട് തന്നെ മേടിക്കുന്ന ആളുടെ പേരും അഡ്രസ്സും ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് പോസ്റ്റ്മാൻ കൊടുക്കുക. അപ്പോൾ പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് ആൾ മേടിച്ചിട്ട് ആളത് പൊട്ടിച്ച് വായിക്കും. ഡെസ്റ്റിനേഷനിൽ പൊട്ടിച്ച് വായിച്ചതിന് ശേഷം തിരിച്ച് റിപ്ലൈ അയക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ആൾ റിപ്ലൈ അയക്കണം. അപ്പോൾ റിപ്ലൈ അയക്കുന്നതിന് അയാൾക്ക് എന്തറിഞ്ഞിരിക്കണം? റിപ്ലൈ അയക്കേണ്ട ആളുടെ ഡീറ്റെയിൽസ് അറിയണ്ടേ. അപ്പോൾ വന്ന എൻവലപ്പിനകത്ത് ഫ്രം ഉണ്ടാവും. അപ്പോൾ ആ ഫ്രമിലേക്ക് അയാൾ 2 അഡ്രസ്സ് എഴുതും. എന്നിട്ട് ഫ്രം അഡ്രസ്സ് അയാളുടെ എഴുതും. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാ എനിക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. അയാൾ റിപ്ലൈ അയക്കും. സെയിം പരിപാടി തന്നെ. മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്.
സോ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞല്ലോ, അപ്പം ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസിന്റെ അഡ്രസ് IP അഡ്രസ് ആയിരിക്കുമോ, അതോ സെർവറിന്റെ IP അഡ്രസ് ആയിരിക്കുമോ എന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഞാനിപ്പം google.com അടിക്കുമ്പം എൻ്റെ നെക്സ്റ്റ് അവൈലബിൾ ഡിവൈസ് വൈഫൈ ആയിരിക്കും, വൈഫൈ മോഡം റൗട്ടർ ഇല്ല, ആയിരിക്കും. അതിനറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. ഓക്കെ. TCP/IP പ്രോട്ടോക്കോളിൽ നിങ്ങൾ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും ഡീറ്റെയിൽസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ളത് ആ പ്രോട്ടോക്കോൾ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിനകത്ത് ആക്ച്വൽ പ്രോട്ടോക്കോളിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്തൊരു ഡൊമൈൻ വരുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. ആ ബ്രോഡ്കാസ്റ്റ് ഡൊമൈന് പുറത്തേക്ക് എങ്ങനെയാണ് പാക്കറ്റ് പോകുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ അതിൻ്റെ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അതായത് ഈ ഒരു ടോപ്പിക്ക് ബേസിക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മളതൊക്കെ ഒതുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ARP പാക്കറ്റ്സ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈന് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കാണ്. നമ്മൾ വിത്തിൻ 1 ബ്രോഡ്കാസ്റ്റ് ഡൊമൈനിലാണ് ഇതെല്ലാം അസൈൻ ചെയ്യുന്നത്. അതായത് 192.168 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിനകത്ത് നടക്കുന്ന കാര്യമായിട്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം പറയുന്നത്, ഒരു ക്ലാസ് C അഡ്രസ് റേഞ്ചിനകത്ത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നൊരു പാക്കറ്റ് തിരിച്ച്, അല്ലെങ്കിൽ ആ റിപ്ലൈ തിരിച്ച് എനിക്ക് വരും, സെൻറ്ററിന് വരും. സെൻറ്റർ അത് തുറന്നു നോക്കിയിട്ട് ആ ഇൻഫർമേഷൻ എന്താണ് റിപ്ലൈ അതും വായിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനി ആക്ച്വൽ നെറ്റ്വർക്കിങ്ങിലേക്ക് വരുമ്പോൾ ഈ അഡ്രസ്സ് എന്ന് പറയുന്നതാണ് ഈ MAC അഡ്രസ്സ്. അതായത് എനിക്കൊരാളുടെ അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ MAC അഡ്രസ്സ് ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ആക്ച്വൽ നെറ്റ്വർക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കവിടെ പോസ്റ്റ്മാനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് അറിയുന്ന ആളോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡിസ്കവറി നടക്കുന്നത്, അതായത് എങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ്സ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ സെൻറ്റർ അറിഞ്ഞിരിക്കണ്ടേ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സ്. അപ്പോൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് IP അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. IP അഡ്രസ്സ് എന്തായാലും അറിഞ്ഞാലല്ലേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IP അഡ്രസ്സ് എനിക്കറിയാം. അതായത് എൻ്റെ വെബ് സെർവർ ഇരിക്കുന്നത് ഒരു 192.168.10.100 എന്ന് പറയുന്ന IP-യിലാണ്. അപ്പോൾ എൻ്റെ ബ്രൗസറിൽ ഞാൻ http://192.168.10.100 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെബ് സെർവറിൻ്റെ MAC അഡ്രസ്സ് എനിക്ക് കിട്ടണം ആദ്യം. എന്നാൽ മാത്രമേ എൻ്റെ എതർനെറ്റ് ഫ്രെയിമിനകത്ത് എനിക്ക് എൻ്റെ റിക്വസ്റ്റ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന സംഭവം ഹൗ ടു ഗെറ്റ് ദി MAC അഡ്രസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ARP എന്ന് പറയും, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അത് TCP/IP പ്രോട്ടോക്കോൾ സ്യൂട്ടിനകത്തുള്ള ഒരു സബ് പ്രോട്ടോക്കോളാണ് ARP, ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത് സെൻഡർ ഒരു പാക്കറ്റ് ഒരാൾക്കാക്കില്ല അയക്കുക, ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും കൂടി അയക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി അയക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവം, അത് ബ്രോഡ്കാസ്റ്റ് IP എന്ന് പറയും. അതായത് ഈ 192.168.255.255 എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സിലേക്കാണ് നമ്മൾ പാക്കറ്റ് ആദ്യം അയക്കുക, ARP ബ്രോഡ്കാസ്റ്റ് അയക്കുക. അപ്പോൾ ആ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസിലേക്കും റിക്വസ്റ്റ് ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരാൾ അയാൾക്ക് ആ IP അഡ്രസ് ഉണ്ടാവും. അതായത് ആരുടെ കയ്യിലാണ് 192.168.10.100 IP ഉള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അത് സെൻറ്റർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ എല്ലാവർക്കും പോകും. അതിനകത്ത് ഒരാൾ റിപ്ലൈ ചെയ്യും, എൻ്റെ കയ്യിലാണ് 192.168.10.100 IP ഉള്ളത്, എൻ്റെ MAC അഡ്രസ് ഇതാണെന്ന് പറഞ്ഞ ആളൊരു റിപ്ലൈ എനിക്ക് അയക്കും. അങ്ങനെയാണ് എനിക്ക് ഡെസ്റ്റിനേഷൻ്റെ MAC അഡ്രസ് കിട്ടുന്നത്. ഇനി ഒരു നെറ്റ്വർക്കിൽ 2 പേർക്ക് ഒരേ IP അഡ്രസ് ഉണ്ടെങ്കിൽ എന്താവും? 2 പേര് റിപ്ലൈ അയക്കും. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സിസ്റ്റം ഒരു വാർണിംഗ് കാണിക്കും, ദർ ഈസ് എൻ IP കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട്. കാര്യം നിങ്ങൾക്ക് 2 റിപ്ലൈ വന്നു. അതായത് 2 പേര് പറഞ്ഞു എൻ്റെ കയ്യിലാണ് ഈ IP അഡ്രസ് ഉള്ളത്, പക്ഷേ 2 പേരുടെ MAC അഡ്രസ്സ് വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് IP അഡ്രസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് IP അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ വർക്കാവില്ല. കാര്യം ആർക്ക് ഞാൻ അയക്കും പാക്കറ്റ്? അതായത് 192.168.10.100 എന്ന് പറയുന്ന IP 2 പേർക്കുണ്ടെങ്കിൽ ഞാൻ ഏത് ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ഞാൻ ഉപയോഗിക്കും എന്നുള്ള കൺഫ്യൂഷൻ അവിടെ വരും. അപ്പോൾ അന്നേരം കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കില്ല, പ്രോട്ടോക്കോൾ അതിനെ സമ്മതിക്കില്ല.
ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, എനിക്ക് ഇൻഫർമേഷൻ പിന്നെ പാസ് ചെയ്യാം. അത് എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടി. സോഴ്സ് അഡ്രസ് കിട്ടി, ഡെസ്റ്റിനേഷൻ അഡ്രസ് കിട്ടി. അപ്പോൾ HTTP പ്രോട്ടോക്കോൾ ആണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് പോർട്ട് 80 നമ്മൾ റീച്ച് അയക്കുക. വി ആർ ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദ സർവീസ് ഈസ് ലിസണിങ് ഇൻ പോർട്ട് നമ്പർ 80. അപ്പോൾ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പറും കൂടിയിട്ട് നമുക്ക് കിട്ടി. നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ ഒരു പോർട്ട് ഓപ്പൺ ചെയ്യണം. അത് ഡൈനാമിക് പോർട്ടായിരിക്കും. എന്നിട്ടാണ് ഈ ഇൻഫർമേഷൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നതും ഇൻഫർമേഷൻ. അപ്പം അങ്ങനെയാണ് നിങ്ങൾ URL സമയത്ത് ആ IP അഡ്രസ് ഇൻഫർമേഷനിൽ എത്തുന്നത്. എനിക്കൊന്ന് നെറ്റ്വർക്കിൽ എന്തോ പ്രശ്നമുണ്ട്. അതെ അതെ. സ്ക്രീൻ ഷെയർ പോയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ. ഞാൻ എൻ്റെ നെറ്റ്വർക്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്ക്രീൻ ഷെയർ വന്നിട്ടുണ്ടോ? ഷെയറിംഗ്. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ARP, അതായത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. എങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി രണ്ടാമത്തത് എങ്ങനെയാണ് IP അഡ്രസ് കോൺഫിഗർ ചെയ്യുന്നത്. അതായത് ഒരാൾക്ക് IP അഡ്രസ് കോൺഫിഗർ ചെയ്താലേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ IP അഡ്രസ് എന്ന്. അപ്പോൾ അതിനെ രണ്ട് തരത്തിൽ കോൺഫിഗർ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് IP കോൺഫിഗറേഷൻ, രണ്ട് ഡൈനാമിക് IP അഡ്രസ് കോൺഫിഗറേഷൻ. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് ആ ഒരു സിസ്റ്റത്തിൽ കയറി അതിൻ്റെ IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും എല്ലാം സെറ്റ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറയുന്നത് സിസ്റ്റം ബൂട്ടായി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കവർ ചെയ്യും ആ ഒരു നെറ്റ്വർക്കിലൊരു സെർവർ ഉണ്ടാവും, DHCP സെർവർ. അതായത് IP അഡ്രസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അപ്പം ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തർക്കും IP അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. നമുക്ക് ഈ DHCP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഒരു IP അഡ്രസ് എങ്ങനെയാണ് ഒരു ഹോസ്റ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഫ്രഷ് ആയിട്ടൊരു സിസ്റ്റം 2 ഞാൻ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു അഡാപ്റ്റർ നിങ്ങൾക്ക് കാണാം. അതായത് എല്ലാം വിർച്വലാണ് ഇവിടെ. അതായത് ഫിസിക്കൽ മെഷീനിലേക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിർച്വലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു നെറ്റ്വർക്കിൽ ഒരു അഡാപ്റ്റർ ഉണ്ടാവും, അഡാപ്റ്റർ 1. അതിനൊരു മാക് അഡ്രസ് ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്തൊരു നെറ്റ്വർക്ക്, അതിനൊരു നെയിമുണ്ട്, അതിന് VBox Net 2. അത് ആ ഫിസിക്കൽ ഡിവൈസിൻ്റെ ഒരു പേര് നമുക്ക് കൊടുത്തിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. ഇപ്പോൾ ഇനി നമുക്ക് സിസ്റ്റം നമുക്കൊന്ന് ഓൺ ചെയ്യാം. ആ സിസ്റ്റം ഇപ്പോൾ ഓണായി, അത് ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബൂട്ടായി കഴിഞ്ഞതിന് ശേഷം അതിന് ലോഗിൻ പ്രോംപ്റ്റ് വന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസിൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ENP0S3, അത് ലോഗ് ബാക്ക് അല്ല, രണ്ടാമത്തെ ലൈനിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സ്റ്റേറ്റ് ഡൗൺ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ആ മാക് അഡ്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഈ മാക് അഡ്രസ് മാത്രം ഉള്ളൂ അവിടെ, IP അഡ്രസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു IP അഡ്രസ് കിട്ടുക?
അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ കോൺഫിഗറേഷൻ എഡിറ്റ് ചെയ്ത് IP അഡ്രസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇൻ്റർഫേസിനെ അപ്പാക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് DHCP നമുക്ക് നോക്കാം. ഇപ്പോൾ DHCP നോക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എല്ലാ ഡിവൈസും നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു സ്വിച്ചിലേക്കാണ് അല്ലേ? ഈ ഒരു സ്വിച്ചിൽ നിന്നാണ് കണക്ഷൻസ് എല്ലാത്തിലേക്കും പോകുന്നത്. അതായത് ഒരു പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ അല്ല. അതായത് എല്ലാ സിസ്റ്റംസും എൻ്റെ കയ്യിലുള്ള വിർച്വൽ മെഷീൻസ് എല്ലാം ഒരു സ്വിച്ചിലേക്കാണ് ഫസ്റ്റ് കണക്ട് ആവുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു വിർച്വൽ സ്വിച്ചാണ്. ആ വിർച്വൽ സ്വിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നെറ്റ്വർക്ക് എന്ന് പറയും. ഇതാണ് ഒരു വിർച്വൽ സ്വിച്ച്. അപ്പോൾ അതിനകത്ത് 3 ഇൻ്റർഫേസ് ഉണ്ട്. അതായത് 0, 1, 2. അപ്പോൾ എൻ്റെ ഈ ഒരു 2 മെഷീൻസും കണക്ട് ചെയ്തിരിക്കുന്നത് വിബോക്സ് നെറ്റ് 2 എന്ന് പറയുന്ന ആ ഒരു വിർച്വൽ സ്വിച്ചിലേക്കാണ്. ആ ഒരു വിർച്വൽ സ്വിച്ചിനകത്ത് ഞാനൊരു DHCP സെർവർ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ അത് ലിസൺ ചെയ്യുന്ന IP അഡ്രസ് ആണ് ഇത്. ഈ DHCP സെർവർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IP അഡ്രസ് സപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ. അപ്പോൾ അതിനൊരു IP അഡ്രസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DHCP സെർവർ എന്ന് പറയുന്ന ഒരു അതും ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനൊരു IP അഡ്രസ് ഉണ്ട്. അപ്പം ആൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. അതായത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് IP അഡ്രസ് എനിക്ക് കൊടുക്കാൻ പറ്റും എന്ന് ആൾ പറയാണ് ഇവിടെ. അതാണ് DHCP സെർവർ കോൺഫിഗറേഷൻ. ബാക്കി അതായത് ഒരു ലോവർ ബൗണ്ട് ഒരു അപ്പർ ബൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് IP അഡ്രസ് റേഞ്ച്, ഏത് റേഞ്ചിൽ നിന്നാണ് ഞാൻ IP അഡ്രസ് ഒരാൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതാണ് അത്രയും കാര്യമാണ് ഈ DHCP കോൺഫിഗറേഷൻ അത് പറയുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു DHCP കോൺഫിഗറേഷൻ. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ പലയിടത്തും പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് DHCP സെർവർ കോൺഫിഗർ ചെയ്യുന്ന ലിനക്സിൽ വേറെ രീതിയിലാണ്. അതേപോലെ DHCP സെർവർ നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ലയൻസിൽ കോൺഫിഗർ ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. വിർച്വൽ ബോക്സിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ പാക്കറ്റ് ഫ്ലോ നടക്കുന്നതെന്നൊന്ന് കാണണം. അതായത് ഒരു മെഷീൻ അപ്പായി വന്നിട്ട് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്നുള്ളത് എനിക്കൊന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാക്കറ്റിൽ നമ്മൾ ലെൻസ് വെച്ച് നോക്കണം. പക്ഷേ നമുക്കങ്ങനെ ലെൻസ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് കൂടി അല്ലെന്നുണ്ടെങ്കിൽ ആ സ്വിച്ചിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു പോർട്ടിൽ കൂടി പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് ഒരു ടൂൾ യൂസ് ചെയ്യാം. അതാണ് വയർ ഷാർക്ക് എന്ന് പറയും. അത് ഈ വയർ ഷാർക്ക് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റിയാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് ഓഫ് ദിസ് ദെൻ മേ ബി വിബോക്സ് 2. അപ്പോൾ ഇതിനെ 2ലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്രോട്ടോക്കോൾ നമ്മൾ DHCP ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇനി നമ്മൾ സിസ്റ്റത്തിലേക്ക് വരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഫയലിലേക്ക് പോകണം ആദ്യം ലിനക്സിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നെറ്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റിയാണ് നമ്മൾ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊരു കോൺഫിഗറേഷൻ ഫയലുണ്ട്. ആ ഫയൽ ആദ്യം ഒന്ന് കാണാം. etc നെറ്റ് പ്ലാൻ ക്ലൗഡിനെറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മാക് അഡ്രസ്, അത് ENP0S3 എന്ന് പറയുന്നതിൻ്റെ മാക് അഡ്രസ് റോങ് ആണ് ഇവിടെ ഈ ഫയലിൽ. കാര്യം ഞാൻ ഇതിൻ്റെ OS ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതല്ല. ഞാനൊരു വേറൊരു മെഷീനിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോൺഫിഗറേഷൻ അവിടെ ഉള്ളതെല്ലാം അതേപോലെ ഇവിടെയും വരും. അപ്പോൾ ആ സെർവറിൻ്റെ മാക് അഡ്രസ് ഡിസ്കവർ ചെയ്ത സമയത്തുള്ളതാണ് ഇത്. അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടാണ് ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാക് അഡ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഗറേഷൻ ടൈമിൽ ഡിസ്കവർ ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഇത് മോഡിഫൈ ചെയ്യേണ്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ബട്ട് എനിക്ക് ഇവിടെ ചെയ്തേ പറ്റൂ. കാര്യം അത് റോങ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 3 ഹെക്സാഡെസിമൽ നമ്പേഴ്സ് സെയിം ആണ്. കാര്യം 080027 അതാണ് ആ മാനുഫാക്ചർ ID. ബട്ട് റിമൈനിങ് 3 ഡിഫറെൻ്റ് ആണ്. അതായത് 7F92 9F അതാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അതാണ് 7F92 9F. F92 9F അല്ലേ? നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. 7F92 9F. അപ്പോൾ അതാണ് അതിൻ്റെ മാക് അഡ്രസ്. അപ്പോൾ അത് അത്രയും അത് കറക്റ്റ് ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു നെറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി വഴി ഈ ഒരു കോൺഫിഗറേഷൻ
നെറ്റ് പ്ലാൻ ഇടയ്ക്ക് നെറ്റ്വർക്ക് പോയോ വീണ്ടും? നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വയർഷാക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കോൺഫിഗറേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നെറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റി വഴി നമ്മൾ ആ കോൺഫിഗറേഷൻ റീഡ് ചെയ്തിട്ട് സിസ്റ്റത്തിനോട് പറയുകയാണ്, ഓക്കെ ഇതാണ് എൻ്റെ അപ്ഡേറ്റഡ് കോൺഫിഗറേഷൻ. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഇൻ്റർഫേസിനെ അപ്പാക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ ഒന്നുകൂടി നിങ്ങൾക്ക് ആ ഫയലിനകത്ത് നിങ്ങൾക്ക് കാണാം DHCP4 ട്രൂ, DHCP6 ട്രൂ എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം DHCP4 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ DHCP4ഉം 6ഉം നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് തന്നെ DHCP6 നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫോൾസ് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നെറ്റ് പ്ലാൻ എന്ന് പറയുന്ന യൂട്ടിലിറ്റി നമ്മൾ കോൾ ചെയ്യും, എന്നിട്ട് അപ്ലൈ. ഓ അതെ, അപ്പുറത്ത് കുറച്ച് പാക്കറ്റ് വന്നിട്ടുണ്ട്. എന്താ നോക്കാം. അതായത് സോഴ്സ് എന്താണ്? 0.0.0.0. അത് 0 എന്ന് പറയുന്നത് ഞാനാണ്. എനിക്ക് IP address ഒന്നും ആയിട്ടില്ല. അപ്പം എന്ത് ചെയ്യും? ഞാനൊരു ബ്രോഡ്കാസ്റ്റ് അയച്ചു. അപ്പം നിങ്ങൾക്ക് കാണാം 255 ആണ് നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ്. അതുകൊണ്ട് തന്നെ ആലോചിക്കണം, ഞാനിവിടെ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ടും കൂടിയാണ്. അപ്പോൾ അതിൽ അതൊന്ന് മാക്സിമൈസ് ചെയ്യാം. നിങ്ങൾക്ക് താഴെ കാണാം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ് പോയിരിക്കുന്നത് എന്നുള്ളത്. അവിടെ തന്നെ ക്ലയൻറ്റ് മാക് അഡ്രസ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മാക് അഡ്രസ്സ്. അപ്പോൾ ആളിന് റിപ്ലൈ പോവും. ആരുടെ കയ്യിൽ നിന്ന്? DHCP സെർവറിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ DHCP സെർവർ പറയാണ് എൻ്റെ ഐഡൻറ്റിഫയർ ഇതാണ് 192.168.58.2. ഈ ഇൻഫർമേഷൻ നമ്മൾ എവിടെയാണ് കണ്ടത്? ഇവിടെ. അപ്പം ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DHCP അക്നോളജ്, ആൾ സബ്നെറ്റ് മാസ്ക് അയച്ചു, IP ലീസ്റ്റ് ഇൻഫർമേഷനിൽ അയച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ പറയാണ് അതിൻ്റെ റെസ്പോൺസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ആളിനാദ്യം IP address വന്നിട്ടുണ്ടോ നോക്കട്ടെ. ആളിന് 58.3 വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് അതിനകത്ത് ഒരു റെസ്പോൺസ് അത് അയക്കുന്നുണ്ട്. ഇതാണ് ഈ IP address ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. മേ ബി ഓക്കെ ഹിയർ. സോ നിങ്ങൾക്ക് യുവർ ക്ലയൻറ്റ് IP address ഇത് അതായത് ഇവിടെയാണ് നിങ്ങൾ ആക്ച്വലി ആ DHCP സെർവർ പറയുന്നത്, ഓക്കെ യുവർ ക്ലയൻറ്റ് IP address ഈസ് ദിസ്. ഈ IP address നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാര് പറയാണ്? ഈ സെർവർ പറയാണ്. അതായത് ആദ്യം അത് ഒരു പാക്കറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അത് എനിക്കൊരു IP address വേണം, ഇവിടെ ഒരു DHCP സെർവർ ഉണ്ടെങ്കിൽ എനിക്കൊരു IP address ദാ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ ആദ്യം അയക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു അക്നോളജ്മെൻറ്റ് വരും, ഓക്കെ ഞാനാണ് DHCP സെർവർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയും ഈ DHCP സെർവർ പറയാണ് നിങ്ങൾക്ക് ഈ IP address യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് സബ്നെറ്റ് മാസ്ക് എന്താണ്, നിങ്ങൾക്ക് എത്ര നേരം നിങ്ങൾക്ക് ഈ IP address കീപ്പ് ചെയ്യാം. അതായത് ഒരാൾക്ക് IP address റിസർവ് ചെയ്ത് വെക്കാൻ പറ്റില്ല until unless he renews it. അപ്പോൾ ഒരാൾ IP address ഉപയോഗിക്കാതെ കുറേ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പറയും ഓക്കെ 2 ദിവസമായിട്ട് ആൾ പാക്കറ്റൊന്നും അയച്ചിട്ടില്ല, എനിക്ക് ആളിനെ കാണാൻ പറ്റുന്നില്ല നെറ്റ്വർക്കിൽ. സോ ഐ എം ഗോയിങ് ടു അസൈൻ ദിസ് IP address ടു someone else. അതാണ് ഈ ലീസ് ടൈം എന്ന് പറയുന്നത്. 10 മിനിറ്റത്തേക്ക് ആൾ നെറ്റ്വർക്കിൽ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലീസ് എക്സ്പയർ ആവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാറില്ല. ഇതാണ് DHCP പാക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് DHCPയുടെ ഫിൽട്ടർ. നിങ്ങൾ ആ ഫിൽട്ടർ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വേറെയും കാണാൻ പറ്റും. ഒരുപാട് ഡീറ്റെയിൽസ് ഇത് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ICMP ഒന്ന് നോക്കാം. ICMP എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പിങ് പാക്കറ്റ്സ്. ഓക്കെ, ഇടയ്ക്ക് വെച്ചിട്ട് നെറ്റ്വർക്കിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട്. ഹോപ്പ് യു ക്യാൻ ഹിയർ മീ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ DHCP സെർവറിലേക്ക് നമ്മളൊരു പിങ് കമാൻഡ് അടിക്കുകയാണ്. ഓക്കെ, 1ലേക്ക് അയക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഗേറ്റ് വേയിലേക്കാണ് ഞാനിപ്പോൾ പിങ് അയച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് ആൻഡ് റിപ്ലൈ നിങ്ങൾക്ക് കാണാം. അതായത് ഇവിടെ സോഴ്സും ഡെസ്റ്റിനേഷനും. അതായത് 58.3 ഞാൻ 1ലേക്കൊരു പിങ് കമാൻഡ് അയച്ചു. അതാണ് പിങ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിസീവ് ചെയ്ത് എങ്ങനെയാണ് അതാണ് നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ നേരത്തെ ഒരു ആദ്യം അയച്ച പാക്കറ്റ് ഇല്ലേ 192.168.58.1 എന്ന് പറഞ്ഞ പിങ് അയക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ 58.1ൻ്റെ MAC അഡ്രസ് ഇല്ല. ആ MAC അഡ്രസ് അറിയാൻ വേണ്ടി ആദ്യം സെൻഡ് ചെയ്തതാണ് ഈ ARP പാക്കറ്റ്. അതായത് ഹൂ ഹാസ് ദിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒരാൾ അയച്ചു, അതായത് എൻ്റെ MAC അഡ്രസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഫിൽറ്റർ യൂസ് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് പാക്കറ്റ് മാത്രം ലിസൺ ചെയ്ത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ARP കൂടി കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ARP. അതിനുശേഷമാണ് ICMP വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയാണ് ഒരു സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ARP നടക്കണം. ARP നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത TCP/IP-യിലെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പിങ് കമാൻഡ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു റെസ്പോൺസ് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇത് ARP വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ നോക്കണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ARP ചെക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ARP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സിൽ ARPing എന്ന് പറഞ്ഞൊരു ARPing ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ARPing എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റിയും കൂടി ഉണ്ട്. അതേപോലെ തന്നെ ARP നെറ്റ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാൽ മാത്രമേ അത് വരുള്ളൂ. തൽക്കാലം നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇതാണ് DHCP. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ ഫയൽ, ബട്ട് അതിൽ ഇത് DHCP4 ഡിസേബിൾഡ് ആയിരിക്കും. അതിനുശേഷം നിങ്ങളിവിടെ അഡ്രസ്സസ് എന്നും പറഞ്ഞിട്ട് ഒരു ഫീൽഡ് ആഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ എൻ്റെ IP അഡ്രസ് അസൈൻ ചെയ്യും 192.168.58.4/24. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് സ്റ്റാറ്റിക് എന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, അത് വർക്കാവില്ല എന്നറിയണം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പാക്കറ്റ് ക്യാപ്ചറും നമുക്കൊന്ന് നോക്കാം. വൺ ഡൗട്ട്, ഈ സ്റ്റാറ്റിക് IP അഡ്രസ് നമ്മൾ പർച്ചേസ് ചെയ്യണോ അതോ ഇത് ഇല്ല, ഇതൊരു പ്രൈവറ്റ് ആണ്. ഇത് പ്രൈവറ്റ് അല്ലേ, നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് ആ ഒരു RFC പറഞ്ഞ IP അഡ്രസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ വേണം. നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ നമ്മളാണ് രാജാവ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ ഒരു റേഞ്ച് നമ്മളെപ്പോഴും ആ ഒരു ഒന്നുകിൽ 192 സീരീസ് ആയിരിക്കണം, അല്ലെങ്കിൽ 172 ആയിരിക്കണം, അല്ലെങ്കിൽ 10 സീരീസ് ആയിരിക്കണം. ആ ഒരു ABC വിത്തിൻ ദാറ്റ് RFC. ആ ഒരു പ്രൈവറ്റ് റേഞ്ചിലുള്ള IP അഡ്രസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പബ്ലിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൻ്റെ വേറൊരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. അത് കുറച്ച് അഡ്വാൻസ് നെറ്റ്വർക്കിങ്ങിലേക്ക് വരും. നമ്മൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്നതാണ് എൻ്റെ വിശ്വാസം. മേ ബി സോറി അപ്ലൈ. ഓക്കെ, എനിക്കിവിടെ കാണാം കുറച്ച് പാക്കറ്റ്സ് ഇപ്പം പോയിട്ടുണ്ട്. അത് IPv6ൻ്റെ പാക്കറ്റ്സ് ആണ്. ഇനി ഞാൻ 192.168
56.1 പിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോണില്ല. 58. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ARP പാക്കറ്റ് പോകുന്നതും ആ ARPന്ന് റിപ്ലൈ വരുന്നത്. അതേപോലെ തന്നെ വേറെ ആരോ റിപ്ലൈ ചോദിച്ചു ആരുടെ കയ്യിലാണ് 4 ഉള്ളത്, അത് 1 പറയാൻ വേണ്ടിയിട്ട്. അത് 4 എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഫുള്ള് വയറിൽ കൂടെ പോകുന്ന ഇൻഫർമേഷൻ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ റിക്വസ്റ്റ് റിപ്ലൈ, ഫസ്റ്റ് ARP നടന്നു, ARPയുടെ റെസ്പോൺസ് വന്നു, അതിനുശേഷം പിങ് പോയി. അപ്പോൾ ഇത്രയാണ് നടക്കുന്നത്. ഈ ഫയർ ഷാർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾ ഒരു വിർച്വലൈസ്ഡ് എൻവയോൺമെൻറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് നടക്കില്ല. കാര്യം ലിനക്സിന് നെറ്റ്വർക്ക് ഡിവൈസ് വർക്ക് ചെയ്യുന്നൊരു മോഡുണ്ട്, അതിന് പറയുന്ന പേരാണ് പ്രൊമിസ്കസ് മോഡ്. എന്താണ് ഈ പ്രൊമിസ്കസ് മോഡ്? നിങ്ങളെൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിൽ ഞാനിവിടെ പ്രൊമിസ്കസ് മോഡ് അലൗ ഓൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വിർച്വലൈസേഷൻ ലെയറിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഈ പ്രൊമിസ്കസ് മോഡ്? ഇപ്പോൾ എൻ്റെ ഒരു നെറ്റ്വർക്കിൽ എനിക്ക് വേണ്ട IP അഡ്രസ്സ് മാത്രം ഞാൻ പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിന്ന് ആലോചിക്കുക, അതൊരു പാക്കറ്റ് പ്രോസസ്സിങ് എവിടെയാണ് നടക്കുന്നത്? അത് CPU നടക്കുന്നത്. അത് പാക്കറ്റ് വന്നു, ആ ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് പോർട്ട് ചെയ്യുന്ന അത് സിസ്റ്റത്തിൻ്റെ കേർണലിലെത്തിയതിന് ശേഷമാണ് ഈ TCP/IP സ്റ്റാക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഈ ARPയും ബാക്കിയുള്ള ചെക്സും കാര്യങ്ങളെല്ലാം നടക്കുന്നത് കേർണലിനകത്താണ്. അപ്പം അതിനുവേണ്ടി സിസ്റ്റം റിസോഴ്സ് സ്പെൻഡ് ചെയ്യണം. അതായത് ആ മെമ്മറി, ആ ഒരു പാക്കറ്റിന് സ്റ്റോർ ചെയ്യാനൊരു മെമ്മറി വേണം, അതിനെ പ്രോസസ്സ് ചെയ്യാൻ CPU സൈക്കിൾസും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്, അതിനാൽ എൻ്റെ സിസ്റ്റംസ് എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ പാക്കറ്റ്സും ഓരോ സിസ്റ്റവും എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് വേണ്ട പാക്കറ്റ്സ് മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസോഴ്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് വരുന്ന പാക്കറ്റ്സിലെല്ലാം ഞാൻ എടുക്കണം, എന്നിട്ട് നോക്കണം ഇത് എൻ്റെ ആണോ അല്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ലിനക്സിൻ്റെ കേർണലിൽ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സ് വേസ്റ്റ് ചെയ്യാണ്. അതിന് പകരം ഈ നെറ്റ്വർക്ക് ഡിവൈസിനകത്ത് തന്നെ ഡ്രൈവേഴ്സിലും അല്ലെങ്കിൽ അതിൻ്റെ ഫേംവെയറിനകത്ത് സെറ്റിങ്സ് ഉണ്ടാവും. അതായത് വരുന്ന പാക്കറ്റ് അതിൽ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സും ആ ഒരു എൻ്റെ ഡിവൈസിൻ്റെ MAC അഡ്രസ്സും സെയിം അല്ല എങ്കിൽ എൻ്റെ ആ ഫിസിക്കൽ ഡിവൈസ്, ആ ചിപ്പിനകത്തുള്ള ഫേംവെയർ ഉണ്ട്, അത് ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. അത് ആക്ച്വലി കേർണലിലേക്ക് വരില്ല, എൻ്റെ CPU യൂസ് ചെയ്യില്ല. അപ്പം ആ ഒരു സംഭവം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാക്കറ്റ്സും സിസ്റ്റത്തിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ എല്ലാ പാക്കറ്റ്സും എൻ്റെ സിസ്റ്റത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനേബിൾ ചെയ്യുന്ന മോഡാണ് പ്രൊമിസ്കസ് മോഡ്. അതായത് എനിക്ക് എൻ്റെ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ആ നെറ്റ്വർക്ക് ഫുള്ള് മോണിറ്റർ ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ പ്രൊമിസ്കസ് മോഡ് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വയർ ഷാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് യൂസ് ചെയ്തത്. അത് ഡയറക്റ്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്, നിങ്ങളവിടെ അത് കണ്ടില്ല. ബട്ട് നിങ്ങൾക്കൊരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു കമാൻഡാണ് TCP dump എന്ന് പറയുന്നത്. പക്ഷേ ഈ TCP dump വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻ്റർഫേസ് എന്ത് ചെയ്യണം? എല്ലാ പാക്കറ്റ്സിനെയും കേർണലിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ആ TCP dump വെച്ചിട്ട് പാക്കറ്റ്സിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഇൻ്റർഫേസിനെ പ്രൊമിസ്കസ് മോഡിലേക്ക് മാറ്റണം. അപ്പം അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, പ്രൊമിസ്കസ് മോഡ് അലൗ ഓൾ. അപ്പോൾ എനിക്ക് TCP dump ഇവിടെയും ചെയ്യാം. അപ്പം TCP dump -i env0s3. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ പോകുന്ന എല്ലാ പാക്കറ്റ്സും എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കമാൻഡ് ലൈനിൽ എനിക്ക് കാണാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പിങ് 192.168.58.4. അപ്പോൾ എനിക്ക് ആ ഒരു ICMP റിക്വസ്റ്റ് റെസ്പോൺസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്കിത് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആ പ്രൊമിസ്കസ് മോഡ് എനിക്ക് എനേബിൾ ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കത് കാണാൻ പറ്റില്ല. സോറി, ഇതിൽ ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് 1 ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻ്റർഫേസിലേക്ക് പാക്കറ്റ് പോയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ എനിക്ക് പാക്കറ്റ് 1-ൻ്റെ 2-ൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണാം, ഇത് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ എൻ്റെ IP അഡ്രസ് എന്താണ്? IP അഡ്രസ് 192.168.58.4 ആണ് നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തത്. ബട്ട് 1-ൻ്റെയും 2-ൻ്റെയും ഒക്കെ പാക്കറ്റ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രൊമിസ്കസ് മോഡ് എനേബിൾ ചെയ്യണം. ഇനി നിങ്ങൾ ആക്ച്വൽ മെഷീൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഷീൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ TCP-dump കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ TCP-dump കമാൻഡ് ആ ഇൻ്റർഫേസിനെ പ്രൊമിസ്കസ് മോഡിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾ ജേർണൽ സീരിയലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻ്റർഫേസ് ചേഞ്ച് ടു പ്രൊമിസ്കസ് മോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ സെക്യൂരിറ്റി ടീമൊക്കെ ചിലപ്പോൾ അതിനെ ഫ്ലാഗ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അവിടെ പാക്കറ്റ് ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് ഫണ്ടമെൻ്റൽസ്. എന്താണ് നെറ്റ്വർക്കിംഗ്, അതേപോലെ തന്നെ എങ്ങനെയാണ് IP അഡ്രസ് റെസൊല്യൂഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇൻ്റർഫേസിൽ ലിനക്സിൽ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റാറ്റിക് IP അഡ്രസ് നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നെറ്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് കോൺഫിഗർ ചെയ്തത്. ഇനി ഈ നെറ്റ് പ്ലാൻ ഇല്ല എങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അഡ്രസ് അങ്ങെടുത്തുകളാണ്. ഓക്കെ, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇൻ്റർഫേസ് അപ്പാണ്, ബട്ട് ദർ ഈസ് നോ IP അഡ്രസ്. അപ്പോൾ എങ്ങനെ ഇനി നമുക്ക് ഈ ഒരു IP അഡ്രസ് നമുക്ക് അസൈൻ ചെയ്യാം, അത് കമാൻഡ് ലൈൻ വഴി. അപ്പോൾ അതൊരു ടെമ്പററി IP അഡ്രസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യം റീബൂട്ട് ചെയ്താൽ പോകും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് IP addr dev np0s3 192.168.58.5/24 dev IP addr IP അപ്പോൾ ഇതാണ് നമ്മുടെ കമാൻഡ്. അതായത് IP addr add then IP address /subnet mask then device name. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ IP address അസൈൻ ആയിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമാൻഡും കൂടി അടിക്കേണ്ടി വരും. sudo IP addr dev IP link set dev enp0s3 up എന്നാണ് ഒരു കമാൻഡും കൂടി അടിക്കേണ്ടി വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺ ആക്കി നോക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡൗൺ ആയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാണാം, അതായത് ഫസ്റ്റ് ആ സെക്കൻഡ് എഴുതിയിരിക്കുന്ന ലൈനിൽ നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് സ്റ്റേറ്റ് ഡൗൺ എന്ന് കാണാൻ പറ്റും. പിന്നെ അപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പ് എന്നൊക്കെ അടിക്കും. അപ്പോൾ 5 അപ്പായിട്ടുണ്ട്. നമുക്ക് 5-നെ ഒന്ന് പിങ് ചെയ്ത് നോക്കാം. 5 പിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർഫേസ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ അവിടെ പാക്കറ്റ് ഡ്രോപ്പ് ആവും. ഞങ്ങൾക്കൂടെ കാണാൻ ഒരു ICMP സീക്വൻസ് 5-ന് ശേഷം പിന്നെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അപ്പായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച്, അതായത് 5-നും 20-ക്കും ഇടയ്ക്കുള്ള പാക്കറ്റിന് റിപ്ലൈ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ് സീക്വൻസ് നമ്പർ. ഈ സീക്വൻസ് നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സ്ലൈഡിൽ കണ്ടതാണ്. ഇതാ ഇവിടെ TP സെഗ്മെൻറ്റിന് അതൊരു സീക്വൻസ് നമ്പർ CQ ആണ് നിങ്ങളുടെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത്. അത് ഓരോ പാക്കറ്റിനും റെസ്പോൺസും അതേപോലെ റിക്വസ്റ്റിനും റെസ്പോൺസും അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. സോ ഇത്രയൊക്കെയാണ് ബേസിക് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് IPv4 അഡ്രസ്സിങ് പ്രൈവറ്റ് നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ പാക്കറ്റ് സിസ്റ്റം, ഒരു സിസ്റ്റത്തിന് വേറെ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യമാണ് ഓർമ്മിച്ചിരിക്കേണ്ടത്. ഒന്ന്, MAC അഡ്രസ്. ഓരോ ഡിവൈസിനും യൂണിക്കായിട്ട് ഐഡൻറ്റിഫയർ ഉണ്ടാവും. അതാണ് എൻ്റെ MAC അഡ്രസ്. ഈ MAC അഡ്രസ് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നീടാണ് നമ്മൾ IP അഡ്രസ്. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഡ്രസ്സാണ്, അതൊരു വീടിൻ്റെ അഡ്രസ്സ് ഉള്ള പോലെ.
ആ അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ ഒരാൾക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വൽ TCP/IP സ്റ്റാക്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ MAC അഡ്രസ്സും കൂടി അറിഞ്ഞിരിക്കണം. കാര്യം ഇൻഫർമേഷൻ ഫുള്ള് പോകുന്നത് ഒരു എതർനെറ്റ് ഫ്രെയിമിനകത്താണ്. ആ ഫ്രെയിമിനകത്ത് നമ്മൾ സോഴ്സ് MAC അഡ്രസ്സും ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സും ഉണ്ടാവണം. ദാറ്റ് ഇസ് മസ്റ്റ്. അപ്പോൾ അത് ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ARP പ്രോട്ടോക്കോൾ ഓർ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അതൊരു സോഴ്സ് ഒരു ബ്രോഡ്കാസ്റ്റ് അയക്കും ഹൂ ഹാവ് ദാറ്റ് IP അഡ്രസ്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ വരുന്നത് എന്താണ് എൻ്റെ MAC അഡ്രസ് എന്ന് പറഞ്ഞിട്ടാണ് റെസ്പോൺസ് ഒരു വരുന്നത്. ഡൗട്ട് ചോദിച്ചോട്ടെ. ARP ബ്രോഡ്കാസ്റ്റിൽ അയക്കുന്നത് അത് എങ്ങോട്ടാ അയക്കുക? എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് IP അഡ്രസ്സിലേക്കാണ് അയക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഈ വയർ ഷാർക്ക് നമ്മൾ ചെയ്തതിൽ നമ്മളൊരു അല്ലെങ്കിൽ ARP നോക്കാം. ARP ബ്രോഡ്കാസ്റ്റ് ആണ് പോകുന്നത് ഹൂ ഹാസ് 192.168.58.2. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ്. അതായത് 255.255.2, അതായത് ആ ഒരു നെറ്റ്വർക്കിൻ്റെ 192.168.58.255 എന്ന് പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അത് അയക്കുക. അപ്പോൾ ഇതിനകത്ത് ബ്രോഡ്കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ FF എന്ന് പറയുന്നത്, അതായത് ആക്ച്വൽ ഫിസിക്കൽ MAC അഡ്രസ്സിൻ്റെ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. അത് എല്ലാവർക്കും വേണ്ടി അയക്കുന്നത് ആ ഒരു സ്പെഷ്യൽ MAC അഡ്രസ്സാണിത്. നമുക്ക് എന്തായാലും ഒരു പാക്കറ്റ് അയക്കുന്നതിന് ആ പാക്കറ്റിനകത്തൊരു സോഴ്സും ഡെസ്റ്റിനേഷനും വേണം. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ഇതാണിത്. അതൊരു സ്പെഷ്യൽ അഡ്രസ്സാണ്. ഇത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയും. അപ്പോൾ അതിലേക്കാണ് ആദ്യം ഇൻഫർമേഷൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരാൾ നിന്നിട്ട് ഇപ്പം ഒരാളോട് വിളിച്ച് ചോദിക്കുകയാണ് ആരുടെ കയ്യിലാണ് സാധനം, കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ റിപ്ലൈ ചെയ്യില്ലേ? സെയിം പരിപാടി. അതായത് ഇതിനകത്ത് ആ TCP/IP സ്റ്റാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ അഡ്രസ്സിലേക്കാണ് ഒരു പാക്കറ്റ് അയക്കുന്നതെങ്കിൽ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് സാധനം കയ്യിലുള്ള ആൾ മാത്രം റിപ്ലൈ ചെയ്യണം എന്നാ സ്റ്റാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതൊരു കോമൺ ആയിട്ടുള്ള സാധനമായിരിക്കും ARP ബ്രോഡ്കാസ്റ്റ്. അതെ. ഓക്കെ ഓക്കെ. ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ARP ബ്രോഡ്കാസ്റ്റിംഗ് നോർമലി നമ്മൾ ആ നെറ്റ്വർക്കിന്റെ ഇത് നമ്മൾ IP-ന്റെ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിലോട്ടല്ലേ സെൻഡ് ചെയ്യാം? നോർമലി ആ നെറ്റ്വർക്ക് സീരീസിലെ ഏറ്റവും ലാസ്റ്റ് IP ആയിരിക്കും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. അതെ അതെ. സോ ARP-ലേക്ക് വരുന്നതിന് മുമ്പ് അവിടെയും നമുക്കൊരു TCP ഫ്രെയിം ഉണ്ട്. അവിടെ ഒരു സോഴ്സ് MAC അഡ്രസ്സും ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സും ഉണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സിൻ്റെ പ്രോട്ടോക്കോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സോഴ്സും ഡെസ്റ്റിനേഷനും ഇല്ല. ARP ഈസ് ലൈക്ക് അതൊരു സെപ്പറേറ്റ് പ്രോട്ടോക്കോൾ തന്നെയാണ്. നമ്മൾ സാധാരണ TCP പോലുള്ള പ്രോട്ടോക്കോൾ അല്ല. നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നതെങ്കിലും ആക്ച്വൽ ബ്രോഡ്കാസ്റ്റ് പോകുന്നത് ആ ഒരു എതർനെറ്റിൽ ആ ഒരു നെറ്റ്വർക്ക് ലെയറിലാണ് പോകുന്നത്. എന്നിട്ട് അതിനകത്ത് അയാളുടെ സോഴ്സും ഉണ്ടാവും. ഇതാണ് എൻ്റെ MAC അഡ്രസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വൽ ബ്രോഡ്കാസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് TCP ബ്രോഡ്കാസ്റ്റ് ആണ്. അത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 255 എന്ന് പറയുന്ന എൻ്റെ IP അഡ്രസ്സിലേക്കാണ് ആ ബ്രോഡ്കാസ്റ്റ് പോകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഷാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻഫർമേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഇതിലൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അതിനകത്ത് ഏതൊക്കെ ഇൻഫർമേഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സെനാരിയോ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇനി ARP പ്രോക്സിങ് എന്ന് പറയുന്ന സംഭവമൊക്കെ വരും. അതായത് എൻ്റെ ഒരു പ്രൈവറ്റ് സബ്നെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു പ്രൈവറ്റ് സബ്നെറ്റ് വേറൊരിടത്തുണ്ട്. അത് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അത് എനിക്കൊരു 192 സീരീസ് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു 172 സീരീസ് നെറ്റ്വർക്ക് ഉണ്ട്. അത് തമ്മിൽ എനിക്ക് എങ്ങനെ കണക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റും?
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്വിച്ച് എന്ന് പറയുന്ന സംഭവം ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ഒരു നെറ്റ്വർക്കിനെ വേറെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് റൗട്ടർ എന്ന് പറയും. അപ്പോൾ രണ്ട് നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടർ. അതായത് ആ സ്വിച്ചിൻ്റെ ഒരു പോർട്ടിൽ നിന്ന് ഞാനൊരു റൗട്ടർ വഴി അടുത്ത് ആ രണ്ടാമത്തെ നെറ്റ്വർക്കിൽ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കും. എന്നിട്ട് ഈ റൗട്ടറിനകത്ത് നമ്മൾ പറയും നെറ്റ്വർക്ക് എയിൽ നിന്ന് നെറ്റ്വർക്ക് ബിയിലേക്ക് ഒരു പാക്കറ്റ് പോകണമെങ്കിൽ എങ്ങനെ പോകണം എന്ന് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് റൗട്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ റൗട്ട് എൻട്രീസ് ആഡ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരും. മേ ബി നെക്സ്റ്റ് ടൈം നമുക്കത് കവർ ചെയ്യാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ARP പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്? അത് ഒരു ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പറയില്ലേ ബ്രോഡ്കാസ്റ്റ്. ആ ഒരു ബ്രോഡ്കാസ്റ്റിന് ഒരു ഡൊമൈൻ ഉണ്ട്, അതായത് ഒരു ഏരിയ ഉണ്ട്. ആ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് വിത്തിൻ ദാറ്റ് നെറ്റ്വർക്കാണ്. ആ ബ്രോഡ്കാസ്റ്റ് ആ നെറ്റ്വർക്കിന് പുറത്തേക്ക് പോവില്ല. ഉദാഹരണത്തിന് ഞാൻ ഒരു ബ്രോഡ്കാസ്റ്റ് പാക്കറ്റ് അയക്കുന്ന സമയത്ത് ആ പാക്കറ്റ് പോകുന്നത് ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസിൽ മാത്രമായിരിക്കും. അതിന് പുറത്തൊരു നെറ്റ്വർക്കിലേക്ക് ആ പാക്കറ്റ് പോവില്ല. അപ്പോൾ അതിന് പകരം ആ റൗട്ടറാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ ഈ പാക്കറ്റിനെ ഞാൻ പുറത്തേക്ക് വിടണം, എങ്ങനെ അതിൻ്റെ റിപ്ലൈ ഞാൻ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കുറച്ചും കൂടി അടുത്തൊരു സ്റ്റേജാണ്. പിന്നീടാണ് നമ്മൾ വാൻ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്നേരമാണ് കൂടുതൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് നമ്മൾ റൗട്ടർ എൻട്രീസിനെ പറ്റി പഠിക്കുന്നത്. എങ്ങനെയാണ് റൗട്ടർ എൻട്രീസ് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഡൈനാമിക് ആയിട്ട് റൗട്ടർ എൻട്രീസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതേകൂട്ട് തന്നെ രണ്ട് റൗട്ടർ ഉണ്ടെങ്കിൽ ഏത് വഴി എങ്ങനെ പാക്കറ്റ് പോകണം എന്നെങ്ങനെ തീരുമാനിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് TCP/IP പ്രോട്ടോക്കോൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ ലെയറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ആദ്യം കണ്ട പ്രൈവറ്റ് IP അഡ്രസ്സിങ്, അതിലെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C നെറ്റ്വർക്ക്, ആ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി രണ്ട് നെറ്റ്വർക്കിന് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. അടുത്തത് എന്താണ് എൻക്യാപ്സുലേറ്റഡ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതേപോലെ തന്നെ VLANs എന്ന് പറയും. VLANs എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആക്ച്വലി എങ്ങനെയാണ് ക്ലൗഡിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ എങ്ങനെയാണ് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ മാത്രമാണ്. എന്താണ് ഇൻ്റർഫേസ്, എന്താണ് MAC അഡ്രസ്, IP അഡ്രസ് എങ്ങനെ അസൈൻ ചെയ്യാം, എങ്ങനെ സ്റ്റാറ്റസ് കാണാം, അതേപോലെ തന്നെ എങ്ങനെ പാക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാം. അതേപോലെ തന്നെ TCP/DUM കമാൻഡ് വഴി നിങ്ങൾക്ക് സ്ക്രീനിൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടത് അത് നിങ്ങൾക്ക് ഒരു ഫയലിലേക്ക് വേണമെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ വയർഷാക്ക് വഴി നിങ്ങൾക്ക് അത് ആ ഫയലിനെ നിങ്ങൾക്ക് കാണാം. ഡയറക്റ്റ് ഒരു ഇൻ്റർഫേസിൽ ലിസൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ഫയലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ TCP/DUM കമാൻഡ് വഴി നിങ്ങൾ ആ പാക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ PCAP എന്ന് പറയും. ആ ഫയലിനകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഫയലിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ വയർഷാക്കിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് നടന്ന പാക്കറ്റ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ആക്ച്വൽ റിയൽ വേൾഡിൽ നമ്മൾ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നത്. എനി അതർ ഡൗട്ട്സ്? ഈ ഒരു പിക്ചർ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാം കവറായി എന്ന് പറയാം. ആ ഒരു എതർനെറ്റ് ഫ്രെയിം. പിന്നൊരു അടുത്ത ഒരു സംഭവം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനകത്തൊന്നാണ് TCP 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയും. അതായത് നമ്മളൊരു ഈ ഒരു കൺട്രോൾ ബിറ്റ്സ് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ പ്രോട്ടോക്കോൾസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കണക്ഷൻ ഓറിയൻറ്റഡ് ഉണ്ട്, രണ്ടാമത്തെ കണക്ഷൻ ലെസ് ഉണ്ട്. അപ്പോൾ എന്താണ് കണക്ഷൻ ഓറിയൻറ്റഡ്, എന്താണ് കണക്ഷൻ ലെസ്? അതായത് ഞാനൊരു പാക്കറ്റ് അയച്ചു, ആ കിട്ടിയ ആൾ എന്നോട് പറയും ഓക്കെ എനിക്ക് നിങ്ങളുടെ പാക്കറ്റ് കിട്ടി, അക്നോളജ് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചു പറയും നിങ്ങൾ അയച്ച പാക്കറ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു അങ്ങോട്ട് അയക്കും. അപ്പോൾ അതാണ് ഒരു 3-way ഹാൻഡ് ഷേക്ക്. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ നൗ വി നോ ഈച്ച് അതർ, നൗ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അത് നോർമലി നടക്കുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റത്തിലായിരിക്കും. എന്താണ് ഈ കണക്ഷൻ ഓറിയൻറ്റഡ്? ഒരു വെബ് സെർവർ റൺ ആവുന്നത് ഒരു കണക്ഷൻ ഓറിയൻറ്റഡ്
പാറ്റേണിലാണ്. അതായത് അവിടെ ഒരു പോർട്ട് ഉണ്ടാവും, ആ പോർട്ടിലേക്കാണ് നിങ്ങൾ ആ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യുന്നത്. വെബ് സോക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതാണ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അതായത് നിങ്ങളൊരു കണക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ പാസ് ചെയ്യുന്നത് വെബ് സോക്കറ്റ് വഴിയായിരിക്കും. അതൊരു കണക്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയാം. ഇനി കണക്ഷൻ ലെസ് ഉണ്ട്. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ, നിങ്ങൾക്ക് പാക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് ഞാൻ വറി ചെയ്യില്ല. ഒരു റിക്വസ്റ്റ് എനിക്ക് വരുന്നു, എനിക്ക് ആ റിക്വസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ റെസ്പോൺസ് അയക്കുന്നു. ആ റെസ്പോൺസ് അവിടെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ബോധേഡല്ല. ഇനി ആ അവിടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റിക്വസ്റ്റർ എന്നോട് വീണ്ടും ചോദിക്കണം, ഹലോ എനിക്ക് ആ പാക്കറ്റ് എനിക്ക് കിട്ടിയില്ലല്ലോ, എവിടെയോ പോയി, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ സെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സെൻഡ് ചെയ്യും. അപ്പോൾ അതാണ് കണക്ഷൻ ലെസ് എന്ന് പറയുന്നത്. അതവിടെ അവിടെ ഒരു കണക്ടിവിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതായത് ചോദിക്കുന്നതിന് ഉത്തരം പറയും, അത്രേ ഉള്ളൂ. അതാര് ചോദിച്ചാലും എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. പക്ഷേ നിങ്ങൾക്കത് കിട്ടിയോ എന്ന് ഞാൻ ചോദിക്കില്ല. ആസ് എ സെർവർ ഐ ആം നോട്ട് ഗോയിങ് ടു റെസ്പോണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് DHCP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു DHCP സെർവർ ഉണ്ടോ എന്നൊരു റിക്വസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സെർവർ പറയും അതെ ഞാൻ DHCP സെർവറാണ്. ഇനി ആ റെസ്പോൺസ് ആ റിക്വസ്റ്റിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റർ വീണ്ടും റിക്വസ്റ്റ് അയക്കും, ആരെങ്കിലും ഉണ്ടോ DHCP സെർവർ അവിടെ ഉണ്ടോ. അപ്പോൾ ഞാൻ വീണ്ടും റെസ്പോൺസ് അയക്കും. അതൊരു പക്ഷേ ആ റിസീവറിന് അല്ലെങ്കിൽ ആ റിക്വസ്റ്ററിന് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അതാണ് ഒരു കണക്ഷൻ ലെസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതെവിടെയാണ്, എന്തുകൊണ്ടാണ് ഈ കണക്ഷൻ, എവിടെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ TCP അല്ലെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് TCP യൂസ് ചെയ്യുന്നത്. കണക്ഷൻ ലെസ് ആണ് UDP. അപ്പോൾ UDP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് കണക്ഷൻ ലെസ്. UDP എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസിലിയൻസി അല്ലെന്നുണ്ടെങ്കിൽ ടൈം സെൻസിറ്റിവ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എടുത്ത് മാത്രമേ നമ്മൾ UDP യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ UDPക്ക് നമുക്ക് സൈസ് റെസ്ട്രിക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളില്ല, കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ് UDP. പക്ഷേ TCPയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ പാക്കറ്റ് സൈസൊക്കെ ഒരുപാട് പേലോഡൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് വരും. അപ്പോൾ TCPയിൽ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു 3-way ഹാൻഡ് ഷേക്ക് വഴിയാണ്. ആ 3-way ഹാൻഡ് ഷേക്കിൽ നമ്മൾ ആദ്യം അയക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ 3-way ഹാൻഡ് ഷേക്ക് TCP 3-way ഹാൻഡ് ഷേക്ക് ഡയഗ്രാം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു ക്ലയൻറ്റ് ഒരു സിങ്ക് പാക്കറ്റ് അയക്കും. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലാഗിൽ ഒരു സിങ്ക് ബിറ്റ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇവിടെ ആളത് കിട്ടിക്കഴിയുമ്പോൾ ആളെന്ത് ചെയ്യും? സിങ്ക് പ്ലസ് അക്നോളജ്, അതായത് 2 ബിറ്റ് അത് സെറ്റ് ചെയ്യും. അതായത് സിങ്ക് പ്ലസ് ACK ഈ 2 ബിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് റിപ്ലൈ അയക്കുന്നത്. അതിവിടെ കിട്ടിയതിന് ശേഷം ആളെന്ത് ചെയ്യും? ACK ബിറ്റ്, ACK എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ACK ഇത് സെറ്റ് ചെയ്തിട്ട് വീണ്ടും റിപ്ലൈ അയക്കും. അപ്പോൾ ഇതിനെല്ലാം ഒരു സീക്വൻസിങ് ഉണ്ട്. അതായത് എൻ്റെ ഏത് സിങ്കിനാണ് ഞാൻ റിക്വസ്റ്റ് അയക്കേണ്ടത്, അതിന് ഏതിനാണ് ഞാൻ അക്നോളജ് അയക്കേണ്ടത് എന്നുള്ളൊക്കെയുള്ള ഒരു സീക്വൻസിങ് അവിടെ നടക്കേണ്ടത്, സീക്വൻസ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ് എവിടെയാണ് സീക്വൻസ് ഇരിക്കുന്നത് എന്നുള്ളത്, അത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു 3-way ഹാൻഡ് ഷേക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ പാക്കറ്റൊക്കെ കാണുന്നത് സിങ്ക് പാക്കറ്റ്, RST പാക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി അതിനകത്ത് ഒരു കൺട്രോൾ ഫ്ലാഗിലുള്ള ഒരു ബിറ്റ് സെറ്റായി എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ് RST പാക്കറ്റ്? RST പാക്കറ്റ് എന്ന് പറയുന്നത് റീസെറ്റ് പാക്കറ്റ് എന്ന് പറയും. ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ളൊരു പാക്കറ്റാണ്. അതൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്നൊരു പാക്കറ്റാണ് റീസെറ്റ് പാക്കറ്റ് എന്ന് പറയും. അതായത് റിസീവറോ സെൻഡറോ ആരെങ്കിലും ഒരാൾ RST ബിറ്റ് സെറ്റായിട്ടുള്ളൊരു പാക്കറ്റ് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം അയച്ചു കഴിഞ്ഞാൽ ആ കണക്ഷൻ ടെർമിനേറ്റ് ആവും. അത് ആ പ്രോട്ടോക്കോളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക? നിങ്ങൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കണക്ഷൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ റീസെറ്റ് ആയിരിക്കും. സാധാരണ സിസ്റ്റംസ് അങ്ങനെ ചെയ്യാറില്ല. ദേ വിൽ ട്രൈ ടു റീയൂസ് ദി എക്സിസ്റ്റിംഗ് കണക്ഷൻ. എന്താ കാര്യം? നിങ്ങൾ 3-way ഹാൻഡ് ഷേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ചെയ്യാതെ ഉള്ള കണക്ഷനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം അതിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കേർണലിൻ്റെ ഓരോ ഫൈൻ ട്യൂണിങ് ഏരിയയിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ്. റീസെറ്റ് പാക്കറ്റ് നിങ്ങൾ സാധാരണ കാണുന്നത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വരുന്ന സമയത്താണ്.
അതേകൂട്ട് തന്നെ നിങ്ങൾ ഫയർ വാളിലോ അല്ലെങ്കിൽ ലോഡ് ബാലൻസറിലോ ഒക്കെ ഐഡിൽ കണക്ഷൻ ടൈം ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടേക്കാണ് ഈ RST പാക്കറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് നെറ്റ്വർക്കിംഗ്. 1-2 കമാൻഡ് നമ്മൾ കണ്ടു. ഒന്ന് TCP ഡംപ്, പിന്നുള്ളതൊന്ന് IP കമാൻഡ്, പിന്നെ ഒരു നെറ്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് കണ്ടു. അതുകൊണ്ട് തന്നെ നെറ്റ് പ്ലാൻ്റെ കോൺഫിഗറേഷൻ ഇവിടെ ആയിരിക്കുന്നതെന്ന് കണ്ടു. പിന്നുള്ള ഒന്നാണ് ഒരു ETH ടൂൾ എന്ന് പറഞ്ഞൊരു ഒരു യൂട്ടിലിറ്റി ഉണ്ട്. നിങ്ങൾക്കത് നോക്കട്ടെ, അത് കാണാൻ പറ്റുമോ എന്നുള്ളത്. അതും കൂടി ENO1. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസിൻ്റെ ഇൻഫർമേഷൻസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ETH ടൂൾ. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡ്രൈവർ ഏതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേംവെയർ എന്താണ്, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. കേബിൾ ടെസ്റ്റ് നടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ETH2-ENO1 എന്താണെന്നറിയില്ല. അത് കേബിൾ ടെസ്റ്റ് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അത് നോക്കാം. ETH2 കേബിൾ ടെസ്റ്റ്. ഇതൊക്കെ ഫിസിക്കൽ ഡിവൈസിൽ ചെയ്യുന്നതാണ്. അതായത് രണ്ട് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കേബിൾ നല്ലതാണോ അല്ല എന്നൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓപ്പറേഷൻ നോട്ട് സപ്പോർട്ടഡ്. ഓപ്പറേഷൻ നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസിലൊക്കെ നമുക്ക് കേബിൾ ടെസ്റ്റൊക്കെ നടത്താം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പെയർ A, പെയർ B, പെയർ C, പെയർ D. അതായത് നമ്മുടെ ട്വിസ്റ്റ് പെയർ, അതായത് ആ ഒരു എതർനെറ്റ് കേബിളിനകത്ത് 8 ലൈൻസ് ഉണ്ട്. ആ 8 ലൈൻസും ഓരോന്നും 2 കേബിൾ ചേർന്ന് ഒരു പെയർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ 4 പെയർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് നടത്തിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേബിളിന് ചില ഓർഡറിങ് ഒക്കെ ഉണ്ട്. അതായത് ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അതായത് 2 നെറ്റ്വർക്ക് തമ്മിൽ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഒരു കളർ കോഡായിരിക്കും, കമ്പ്യൂട്ടർ സ്വിച്ച് ഒരു കളർ കോഡായിരിക്കും. അപ്പോൾ അങ്ങനെ 2 ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിലുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഓരോ കളർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹബ്ബ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ PC to PC കണക്ട് ചെയ്യുന്നത്. PC to PC കണക്ട് ചെയ്യുന്നത് നമ്മൾ പറയും ക്രോസ് ഓവർ കേബിൾ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് കേബിൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരെൻഡ് ഇവിടെ, ഒരെൻഡ് ഇവിടെ. അത് 2 നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കേബിളിൻ്റെ 2 എൻഡില്ലേ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ ഈ 2 എൻഡ്, ആ 2 എൻഡാണ് അതെങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡയഗ്രാമാണിത്. ഒരു PC to ഹബ്ബ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു നെറ്റ്വർക്ക് ഡിവൈസ് സ്വിച്ച് ആയിരിക്കാം. അതായത് 2 PC കൾ തമ്മിൽ കാണിക്കുന്നത് ക്രോസ് ഓവറാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ആരും നോക്കാറില്ല ക്രോസ് ഓവർ ആണോ ഹബ്ബാണോ എന്നുള്ളത്. സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സോ യു ക്യാൻ ജസ്റ്റ് ബൈ ആൻ RJ45 ഒരു പാച്ച് കേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇറ്റ് വിൽ വർക്ക്.
ബട്ട് പണ്ടിങ്ങനെ ആയിരുന്നില്ല. പണ്ട് കറക്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമായിരുന്നു. ക്രോസ് ഓവർ യൂസ് ചെയ്യേണ്ടത് ക്രോസ് ഓവർ തന്നെ യൂസ് ചെയ്യണം. പാച്ച് കേബിൾ യൂസ് ചെയ്യേണ്ടത് പാച്ച് കേബിൾ യൂസ് ചെയ്യണം. ഇപ്പോൾ എനിക്കിത് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് ഈ ഫേംവെയർ അപ്ഗ്രേഡ് നടത്തുന്നത്. അത് ചില ഹൈ എൻഡ് സെർവേഴ്സിൽ ഒരു നെറ്റ്വർക്ക് പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ലാപ്ടോപ്പും ആ ഒരു നെറ്റ്വർക്ക് പോർട്ടും തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്തേ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ആ ഫേംവെയർ ഡിവൈസുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അതുവഴിയാണ് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ആ ഒരു സിനാരിയോയിൽ മാത്രമേ നമ്മൾ ക്രോസ് ഓവർ കേബിളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ ഇതാണ് ഫണ്ടമെൻ്റൽസ്. അതായത് ഇത്രയൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരുപാട് വേറെ കാര്യങ്ങളും കൂടി ഉണ്ട്. സോ എനി അതർ ക്വസ്റ്റ്യൻ? രണ്ട് ക്വസ്റ്റ്യൻസ്. ഒന്ന് ഈ TCP ഹാൻഡ് ഷേക്ക് ARP റെസൊല്യൂഷന് ശേഷമാണ് നടക്കുക? അതെ. ഓക്കെ. സെക്കൻഡ് ഡൗട്ട്, MAC അഡ്രസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് നെറ്റ്വർക്ക് ഡിവൈസ് ഓർ ദ മെഷീൻ? നെറ്റ്വർക്ക് പോർട്ട്. അതായത് ഓരോ പോർട്ടിനും, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പോർട്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. One second, I think I stopped my video. Couldn't connect to my camera. ഓക്കെ, എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. എൻ്റെ ക്യാമറ കണക്റ്റ് ആയിട്ടില്ല. സോ ഓക്കെ, എൻ്റെ ക്യാമറ ഓഫായി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പോർട്ടില്ലേ, ആ ഓരോ പോർട്ടിനും, അതായത് നമ്മുടെ സെർവർ അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള ഒരു നെറ്റ്വർക്ക് പോർട്ടിനും ഒരു MAC അഡ്രസ് ഉണ്ടാവും. അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ ഫേംവെയറിനകത്ത് ബണ്ടിൽ ചെയ്ത് വിടുന്നതാണ്. അത് ഓരോ മാനുഫാക്ചറിനും ഒരു ചിപ്പ് ഉണ്ടാവും, ഒരു ഫേംവെയർ ചിപ്പ്. അതിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും MAC അഡ്രസ്. അപ്പം അതിനർത്ഥം നിങ്ങൾ ഹാക്കിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത് എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് പറയുന്ന ഒന്നാണ് ഹൗ ടു ബിക്കം അനോണിമസ് ഇൻ എ നെറ്റ്വർക്ക്. നിങ്ങൾ IP അഡ്രസ് ഒക്കെ മാറ്റി IP അഡ്രസ് ഒക്കെ മാസ്ക് ചെയ്തിട്ട് നിങ്ങൾ പാക്കറ്റ് അയച്ചാലും ഈ നിങ്ങളുടെ MAC അഡ്രസ് വഴി നിങ്ങൾ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ MAC അഡ്രസ്സും സ്പൂഫ് ചെയ്താലേ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒരു MAC അഡ്രസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് MAC അഡ്രസ് ഐ വിൽ കം ടു നോ വിച്ച് വെണ്ടർ ഈസ് യൂസ്ഡ്. അതായത് ഏത് വെണ്ടറിൻ്റെ നെറ്റ്വർക്ക് ഡിവൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആ വെണ്ടറിൻ്റെ MAC അഡ്രസ്സിൽ അല്ലെങ്കിൽ വെണ്ടറിൻ്റെ ഫേംവെയറിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി എക്സ്പ്ലോയിറ്റ് ദാറ്റ്. നിങ്ങൾ എനിക്ക് തിരിച്ച് ഹാക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് MAC അഡ്രസ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി MAC അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലിനക്സിൽ അതിനുള്ള കമാൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഒരുപാട് വഴികളുണ്ട്. സോ MAC address is embedded inside your firmware, but you can change it if you want. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനോ? നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
നമുക്കെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ചോദിച്ചാലും മതി. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആ ഓക്കെ. അപ്പം ഇന്നത്തെ ഒരു സെഷൻ നെറ്റ്വർക്കിംഗ് സെഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പലതും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പാക്കറ്റ് ഫ്ലോ, ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഐഡിയ കിട്ടി. കുറച്ചുകൂടി നിങ്ങൾ ഇത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അൻസലിന് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ നമുക്ക് എടുത്തു തന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും നമ്മളെ ഡെവോസ് മലയാളത്തിന്റെ പേരിലും ഇതിലുള്ള എല്ലാവരുടെയും പേരിലും അൻസലിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത സെഷൻ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. കംപ്ലീറ്റ് ആയോ?